ശക്തിയോടെ ദൈവത്തിൻ്റെ ദിവസങ്ങളോട് അധികം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസത്തിലായിരിക്കാൻ ഈ നല്ല രാത്രികാലം സർവശക്തനായ ദൈവം നമ്മുടെ ഇത്തരക്കും നല്ല നല്ല സാവകാശങ്ങളെ ഓർത്താൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു, വാഴ്ത്തുന്നു. കർത്തസ്ഥലായിരിക്കുന്ന കർത്താവിൽ ബഹുമാനി ദേവദാസന്മാർ, ദിവസത്തിലായിരിക്കുന്ന എല്ലാ വിലപ്പെട്ട വിജനത്തിനും കർത്താവായ യേശു ക്രിസ്തു നാമത്തെ സ്നേഹവന്ദനത്തിലേക്ക് നമ്മുടെ ഉപവാസത്തിൻ്റെ 19ാമത് രാത്രികാല ദിവസത്തിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നല്ലോ. ഏറിയ ദൈവകൃപയ്ക്കായി ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു. വിശേഷാൽ കർത്തൃദാസനെ ഈ പകൽക്കാല കർത്താവിൻ്റെ മധ്യ കരങ്ങളെടുത്തു, അതോർത്ത് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുകയാണ്. ഞാൻ സൂക്ഷിക്കായി ക്ഷണിക്കുന്നു. എല്ലാ കണ്ണുകളും ചിലമിട്ടികൾ ദിവസത്തിൽ അടച്ചാട്ടെ. പ്രാർത്ഥനയ്ക്കായി തലകളെ വണക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ചില മിനിറ്റുകൾ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിട്ടുണ്ട്. കഴിഞ്ഞ പകലിൽ നമ്മളെ അനുഗ്രഹിച്ച ദൈവസാന്നിധ്യം ഇന്ന് രാത്രിയിലും നമ്മെ നിറയ്ക്കേണ്ടതിന് ഇതിൻ്റെ മധ്യേ ഇറങ്ങി വന്നിട്ടുണ്ട്. ചില മിനിറ്റുകൾ എല്ലാവരും മധുരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യേ ചലിക്കാൻ പോവുകയാണ്. വർഷങ്ങൾ പഴക്കമുള്ള വെല്ലുവിളികളെ, ശത്രുവിൻ്റെ തന്ത്രങ്ങളെ ഉടച്ചു മാറ്റാൻ നമ്മുടെ ദൈവശക്തനായ ദൈവമാണ്. എല്ലാ കണ്ണുകളും അടച്ച് ചില മിനിറ്റുകൾ അധരങ്ങൾ തുറന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഉടവന ശന്തർക്കന ജഗൽക്കമന അന്തര തകൽക്കമന. ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു ദൂത് പറയാം. വടി നീട്ടാനൊരു മോശയുണ്ടെങ്കിൽ ചെങ്കടലിനെ പിളർത്താൻ ദൈവത്തിന് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നീ എന്ന വ്യക്തി കർത്താവിൻ്റെ സന്നിധിയിൽ അധരങ്ങളെ തുറന്നാൽ എൻ്റെ ദൈവത്തിന് ശത്രുവിൻ്റെ തന്ത്രങ്ങളെ ഓരോന്നായി തകർത്തു മാറ്റാൻ കഴിയും. ചില മിനിറ്റുകൾ എല്ലാവരും അധരങ്ങൾ തുറന്നേ. ഈ ഉപവാസത്തിൻ്റെ 18ാം രാത്രിയിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഒരു പുതിയ തുടക്കം, ഒരു ഉണർവിൻ്റെ തുടക്കമാക്കി ദൈവം ഈ യോഗത്തെ തീർക്കുകയാണ്. എല്ലാവരും അധരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഉടബലബരബ ശന്തർഖന ജഗൽക്കമന അർത്ഥന രഗൽക്കന ഊട പ്രൗഢല വേദക ശന്തല രഗതല ഹത്തുന രഗതല ഹന്തല പൗഡല. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രിക്കായി സ്തോത്രം. ഞങ്ങളുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് നിൻ്റെ മുമ്പാകെ കടന്നു വരുന്നു. ഇന്ന് രാത്രി നീ ഞങ്ങളോട് സംസാരിക്കണേ. ഞങ്ങളുടെ ഇൻപമുള്ള ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ഇന്ന് രാത്രിയിൽ കർത്താവിന് ഹിതമുള്ളവരെ എല്ലാം വിടുവിക്കണമേ. ഞങ്ങൾ നിൻ്റെ വചനത്തിൽ വായിക്കുന്നു, പൗലോസും ശീലാസും ആരാധിച്ചപ്പോൾ അവർക്ക് മാത്രമല്ല വിടുതലുണ്ടായേ, അടുത്ത സെല്ലുകളിൽ കിടന്നവർക്ക്, അടുത്ത കാരാഗ്രഹ റൂമിൽ കിടന്നവർക്ക് അവരുടെ കെട്ടുകൾ അഴിഞ്ഞവർ സ്വതന്ത്രരായി എന്ന് ഞങ്ങൾ വചനത്തിൽ കാണുന്നത് പോലെ ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ വലിയ വിടുതൽ ഈ ആരാധിക്കുന്നവരുടെ മേലും അവരെ കേൾക്കുന്നവരുടെ മേലും വെളിപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ വാതിൽ ഇന്ന് രാത്രി തുറക്കണമേ. കർത്താവ് ഞങ്ങളോട് ഇടപെടണമേ. സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ നിങ്ങളോട് ചേർന്ന് കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി സ്തോത്രം. ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിജുവിന് ആമേൻ ഈ സഭയ്ക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ശ്രേഷ്ഠന്മാരായ PMG ദൈവസഭയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർ, എൻ്റെ പിന്നിലിരിക്കുന്ന ഈ സഭയുടെ സഹശുശ്രൂഷകർ എല്ലാവരെയും ഓർത്ത് സ്തോത്രം. കർത്താവ് ഇന്ന് രാത്രി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് വേഗത്തിൽ വിശുദ്ധ വേദപുസ്തകം തുറക്കാം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20ാം അധ്യായം 1-2 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20ാം അധ്യായം അതിൻ്റെ 1-2 വേദവാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. അതിൻ്റെ ശേഷം മോവാബ്യരും അമ്മോന്യരും അവരോടുകൂടെ മെയ്യോന്യരും ഇതാ അവർ ഏൻഗതി എന്ന ഹസസോൻ താമാറിൽ ഉണ്ട് എന്ന്. അടുത്ത വാക്യം കൂടെ. യഹോശാഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. അടുത്ത വാക്യം കൂടെ. യഹൂദയിലൊക്കെയും ഒരു ഉപവാസം
പ്രസിദ്ധം ചെയ്തു. വളരെ സുപരിതമായൊരു വാക്യത്തിൽ നിന്നാണ് ഇന്ന് രാത്രി നമ്മുടെ ചിന്ത ഇവിടെ ആരംഭിക്കുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയുന്നു, യഹോശാഫാത്തിനെതിരെ മോബാബ്യരും അമോമിന്യരും മെയ്യൂന്യരിൽ ചിലരും യുദ്ധം ചെയ്യേണ്ടതിന് അവർ ഹസസോൻ താമാർ എന്ന ഏൻഗതിയിൽ വന്നു എന്ന വാർത്ത യഹോശാഫാത്തിൻ്റെ ചെവിയിൽ കേട്ടപ്പോൾ താൻ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് ഉപവാസം പ്രസിദ്ധം ചെയ്തു. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു തുടങ്ങാൻ പറഞ്ഞൊരു ദൂതിത, പ്രതിസന്ധിക്കകത്ത് സഭ മിണ്ടാതിരിക്കുകയല്ല, സഭ അധരം തുറക്കുകയാണ്. പ്രതിസന്ധിക്കകത്ത് സഭ തല കുനിച്ചിരിക്കുകയല്ല, മറിച്ച് തല ഉയർത്തി കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു സഭ ഇന്ന് രാത്രി ഇതിൻ്റെ മധ്യേ എഴുന്നേറ്റാൽ ദൈവം സഭയുടെ കൂടെ നിൽക്കുമെന്ന് ഈ രാത്രിയിലും ദൈവാത്മാവ് ദൂത് പറയുകയാണ്. ഇന്ന് രാത്രി കർത്താവ് എന്നോട് ആവർത്തിക്കാൻ പറയുന്നൊരു ദൂത്, ഇന്നലകളിൽ പ്രതിസന്ധി വന്നപ്പോൾ നീ പുറകോട്ട് മാറി നിന്നെങ്കിൽ, ഇന്നലകളിൽ പ്രതിസന്ധി വന്നപ്പോൾ നീ പിന്നോക്കം പോയി നിന്നെങ്കിൽ, ഇന്ന് രാത്രി പ്രതിസന്ധിക്കകത്ത് തോറ്റോടുകയല്ല, മറിച്ച് പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു തലമുറയെ ഇന്ന് രാത്രി കർത്താവ് ഇതിന്റെ മധ്യത്തിൽ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണെന്ന് തന്റെ ജനത്തെ നോക്കി ദൈവാത്മാവ് ദൂത് പറയുകയാ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? യഥാർത്ഥമായി ഒരു കർത്തൃഭൃത്യൻ്റെ മുമ്പിൽ ഒരു വിഷയമായി ചെന്നാൽ ആദ്യവും അന്തവും പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്ററെ, എൻ്റെ കൊച്ചിന് രോഗമാ, പ്രാർത്ഥിക്കാം സഹോദര. ആമേൻ. എൻ്റെ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ വഴി തുറന്നില്ല, പ്രാർത്ഥിക്കാം. കടഭാരമാ, പ്രാർത്ഥിക്കാം. കാരണം യഥാർത്ഥമായി ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ഭക്തൻ്റെ അപരത്തിൽ നിന്ന് എപ്പോഴും വരേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥന, പ്രാർത്ഥന, പ്രാർത്ഥന. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? ഇവിടെ ഒരു പ്രതിസന്ധി മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ദാസനായ യഹോശാഫാത്ത് അവിടെ യഹോവയെ അന്വേഷിക്കാൻ താല്പര്യപ്പെട്ടു എന്ന് ദൈവത്തിൻ്റെ വചനം അവിടെ പറയുന്നു. ഞാൻ ഈ വാക്യത്തിലേക്ക് പിന്നീട് വരാം. സ്തോത്രം. അവിടെ രണ്ട് പദങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഹസസോൻ താമാർ എന്ന ഏൻഗതിയിൽ അവർ എത്തി, അവരവിടെ നിൽക്കുകയാണ്. പഴയ നിയമ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിലാണ് ആദ്യമേ ഈ ഹസസോൻ താമാർ എന്ന പദം നമുക്ക് കാണാൻ കഴിയുന്നേ. വായിച്ചാട്ടെ, ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. ഉൽപ്പത്തി 14:7. ആ ആ നോക്കിയേ, ഇവിടെ പറയുക ഹസസോൻ താമാർ. സ്തോത്രം. ഈ ഹസസോൻ താമാറാണ് പിന്നത്തേതിൽ ഏൻഗതിയായി മാറിയതെന്ന് തിരുവചനം നമ്മെ നോക്കി പഠിപ്പിക്കുക. അതിനാധാരമായി ഒരു വാക്യം കൂടെ വായിക്കാം. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം 20-ാമത്തെ വാക്യവും 61, 62 വാക്യങ്ങൾ കൂടെ വേഗത്തിൽ വായിച്ച് നമുക്ക് ആ ഭാഗം വിടാം. ആമേൻ. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം 20, 61, 62 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ട്. യഹൂദ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം ഇതത്രേ. 61, 62. മരുഭൂമിയിൽ ബേത് അരാബ, മിത്തീം, സക്കാക്ക, നിബ്ഷാൻ, ഈർഹമലഖ്, ഏൻഗതി എന്നിങ്ങനെ 6 പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും ആർക്ക് കൊടുത്തു? ആമേൻ, യഹൂദയ്ക്ക് കൊടുത്തു. സ്തോത്രം. തിരുവചനം പഠിക്കുമ്പോൾ അബ്രഹാം എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ, അബ്രഹാമിൻ്റെ യാത്രയിൽ അബ്രഹാമിൻ്റെ കാല് എവിടെയൊക്കെ പതിഞ്ഞിട്ടുണ്ടോ, പിന്നത്തേതിൽ അത് തലമുറയ്ക്ക് വേണ്ടി ദൈവം കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ കർത്തൃദാസന്മാരെ, എന്നെ കേൾക്കുന്ന വാത്സല്യ പിതാക്കന്മാരെ, ദൈവാത്മാവ് നിങ്ങളെ നോക്കി ഇന്ന് രാത്രി ഒരു ദൂത് പറയുക. നിങ്ങൾ അഭിഷിക്തരായി എവിടെയൊക്കെ നിങ്ങളുടെ കാല് പതിച്ചിട്ടുണ്ടോ അതെല്ലാം ദൈവം നിങ്ങളുടെ പിൻതലമുറയ്ക്ക് തരാൻ ശക്തനായ ദൈവമാണെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുക. അല്പം കൂടെ കടന്നു പറഞ്ഞാൽ, നീ നിന്നെ അനുഭവിച്ച് വേല ഇട്ടേച്ചു പോയ അവസരങ്ങൾ ഉണ്ടെങ്കിൽ അതേ സ്ഥലത്ത് നിന്റെ തലമുറയെ കൊണ്ട് ഒരു ഉണർവിനെ കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് ദൂത് പറയുകയാണ്.
ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം മുതൽ അബ്രഹാമിനെ ദൈവം വിളിച്ചു, വേർതിരിച്ചു, തൻ്റെ മഹത്വത്തിനായി നിർത്തിയിരിക്കുകയാ. ആദ്യമേ അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു വാക്ക, ഞാൻ നിനക്ക് കടൽക്കരയിലെ മണൽ പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ തലമുറയെ തരും. പക്ഷേ നാളുകളായി താൻ കേട്ട വാഗ്ദത്തം നിറവേറാതിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം തൻ്റെ കൂടാരത്തിലേക്ക്, തൻ്റെ തോപ്പിലേക്ക് ഇറങ്ങി വന്നിട്ട് ആമേൻ അവനെ ഒന്ന് അനുഗ്രഹിക്കുക. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ അവിടെ പറഞ്ഞു വിടാം. ദൈവം നിന്നോട് വർഷങ്ങളായി, നാളുകളായി പറയുന്ന ഏതെങ്കിലും ദൂതുണ്ടെങ്കിൽ ഇന്ന് രാത്രി, ആണ്ടുകൾ കഴിയും മുമ്പേ അവൻ തൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കാൻ ശക്തനായ ദൈവമാണെന്ന് ഇന്ന് രാത്രി സഭയോട്, ഇതിൻ്റെ അകത്തുള്ള ദൈവജനത്തോട് ദൈവാത്മാവ് ദൂത് പറയുകയാ. എൻ്റെ ദൈവം വാക്ക് പറഞ്ഞാൽ വിശ്വസ്തനാണ്. ഈ കാലം മാറിയാലും ഈ ലോകം മാറിയാലും തൻ്റെ ഭക്തന്മാരോട് ദൈവം പറഞ്ഞതിനെ അവൻ തക്ക സമയത്ത് ചെയ്തിട്ടുണ്ട്. വാഗ്ദത്ത പ്രകാരം അബ്രഹാമിന് ആമേൻ സാറയിൽ ഒരു ഇസഹാക്കിനെ കൊടുത്തു. ആമേൻ. അതിനുശേഷം ഇസഹാക്കിനെ യാക്കോബ് വെളിപ്പെടുന്നു. അങ്ങനെ തലമുറകൾ പലതും ആമേൻ വന്നു. ഒടുവിൽ ആമേൻ സ്തോത്രം യോശുവയുടെ പുസ്തകമായപ്പോൾ യോശുവ പിതാക്കന്മാരുടെ കാല് ചവിട്ടപ്പെട്ട മണ്ണ് മറ്റുള്ളവർക്ക് വീതിക്കുക. ശ്രദ്ധിക്കണം, ഈ കൂട്ടത്തിൽ യഹൂദയ്ക്കാണ് ഈ മരുഭൂമി എന്ന് പറയുന്ന ഈ 6 പട്ടണങ്ങളും അതിൻ്റെ ഗ്രാമങ്ങളും കൊടുത്തത്. ശ്രദ്ധിക്കണേ, കർത്താവ് എന്നോട് പറഞ്ഞൊരു ചിന്ത ഇതാണ്: ഏറ്റവും നല്ലത് കിട്ടേണ്ടത് ആരാധിക്കുന്നവനാണ്, ഏറ്റവും നല്ലത് കിട്ടുന്നത് അപ്പന് പ്രിയമുള്ളവനാണ്. പക്ഷേ ഇവിടെ ഏറ്റവും കൊള്ളാത്തത് കിട്ടിയത്, ഏറ്റവും മരുഭൂമി കിട്ടിയത് അപ്പനെ ഏറ്റവും അധികം സ്തുതിച്ച, അപ്പനെ ഏറ്റവും അധികം ആരാധിച്ച ആമേൻ യഹൂദയ്ക്കാണ്. ഇന്ന് രാത്രി കർത്താവ് എന്നോട് പറഞ്ഞൊരു ദൂതിതാ: ദൈവത്തിന് തെറ്റു പറ്റത്തില്ല. സ്തോത്രം പറയാമോ? ദൈവം നിനക്ക് തന്ന ഭാര്യ, ദൈവം നിനക്ക് തന്ന തലമുറ, ദൈവം നിനക്ക് തന്ന ജോലി, ദൈവം നിനക്ക് തന്ന സഭ, ദൈവം നിനക്ക് തന്ന ശുശ്രൂഷയിൽ എൻ്റെ ദൈവത്തിന് തെറ്റു പറ്റിയിട്ടില്ല. എൻ്റെ ദൈവം ഭക്തന് ഒരു നന്മ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എൻ്റെ ദൈവത്തിന് വലിയ ഉദ്ദേശങ്ങളുണ്ട്. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? സഹോദരങ്ങൾ ഒരു പക്ഷേ യഹൂദയോട് പറഞ്ഞു കാണും, നിന്റെ അത്രയും തുള്ളലുമില്ല, ചാട്ടവുമില്ല, നിന്റെ അത്രയും നൃത്തമൊന്നുമില്ല, പക്ഷേ നീ എപ്പോഴും അപരമടച്ചു വെക്കാതെ നീ സ്തുതിക്കുന്ന ഒരുവനാ. പക്ഷേ നിനക്ക് കിട്ടിയത് മരുഭൂമിക്കകത്തുള്ള അവൻ പട്ടണങ്ങളാണ്. ഞങ്ങൾ ആരാധിക്കുന്നവരല്ല, ഞങ്ങൾ സ്തുതിക്കുന്നവരല്ല, പക്ഷെ ഞങ്ങൾക്ക് മെച്ചമായത് കിട്ടി. ശ്രദ്ധിക്കൂ, ദൈവം നിനക്ക് എന്ത് തന്നാലും അതിൻ്റെ പിന്നിലൊരു പദ്ധതിയുണ്ട്. കാരണം നിന്റെ കയ്യിൽ എന്ത് തന്നാൽ അത് എന്തായി തീരുമെന്ന് ദൈവത്തിനറിയാം. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? കർത്താവ് എന്നോട് പറഞ്ഞൊരു ചിന്ത ഇതാണ്: നിന്റെ കയ്യിൽ എന്ത് തന്നാൽ നാളെ അത് എന്തായി തീരുമെന്ന് ദൈവത്തിനറിയാം. രക്ഷിക്കപ്പെടാത്ത സഹോദരി, അവൻ രക്ഷിക്കപ്പെട്ട സഹോദരി, രക്ഷിക്കപ്പെടാത്ത ഭർത്താവ് നിന്റെ വീടിൻ്റെ അകത്തുണ്ടെങ്കിൽ നീ ഭാരപ്പെടണ്ട. നിന്റെ ഭർത്താവിനെ നിനക്ക് തന്നതിൻ്റെ പിന്നിൽ എൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി കൊണ്ട് ഒരിക്കൽ അദ്ദേഹം ദൈവത്തെ അറിയാൻ ഇടവരും. കാരണം എൻ്റെ ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. വായിക്കാം വേഗത്തിൽ. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വേഗത്തിൽ വായിക്കാമല്ലോ. അപ്പന്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. അടുത്ത വാക്യം: യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇര പിടിച്ചു കയറും. സ്തോത്രം. സ്തുതി എന്ന വാക്കിൻ്റെ അർത്ഥം ആമേൻ ആമേൻ യഹൂദ എന്ന വാക്കിൻ്റെ അർത്ഥമായി ഇവിടെ പറഞ്ഞിരിക്കുക ഇര പിടിച്ചു കയറുന്നവൻ. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? എന്താ ഇര പിടിച്ച് കയറുക? നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് ഇന്നലെ നീ ഒറ്റ ഒരു താള ആമേൻ കർത്താവിനെ അറിഞ്ഞ് ആരാധിക്കാൻ തുടങ്ങിയേ. 10 വർഷം 20 വർഷം കഴിഞ്ഞ് നോക്കിയേ, ഇന്നലെ നീ ഒറ്റയ്ക്കിരുന്ന് അടുത്ത് നിന്ന് നിന്റെ കൂടെ ഒരു സഭായോഗത്തിലുള്ള ആൾക്കാർ നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് നിന്ന് രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം എന്തെന്നറിയാമോ? നീ ആരാധിക്കുന്നവനാകൊണ്ട് നീ അവന്റെ പക്ഷം ചേരുകയല്ല, അവർ നിന്റെ പക്ഷം ചേരുകയാണ്. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇര പിടിച്ചു കയറും. ഇന്ന് രാത്രി കർത്തൃദാസന്മാരോട് ദൈവാത്മാവ് ദൂത് പറയുക: നിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ
മണ്ഡലത്തിൽ ഇതുവരെ ആത്മാക്കൾ കയറിയിട്ടില്ല. നിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഇതുവരെ ആത്മാക്കൾ വിടുവിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ ഇന്ന് രാത്രിയിലെ ദൂത്, നീ ദൈവത്തെ ആരാധിക്കുന്നവനാകൊണ്ട് നീ നിന്റെ ദേശത്ത് ഇരപിടിച്ചു കയറുകയാണ്. നാളുകളായി ദേശത്തെ പിടിച്ചു വച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ കയ്യിൽ നിന്ന് ആരാധിക്കുന്ന നീ, പ്രാർത്ഥിക്കുന്ന നീ, സ്തുതിക്കുന്ന നീ, അന്ധകാര ശക്തി കൈയടക്കി വെച്ചിരിക്കുന്ന അവന്റെ ആധിപത്യത്തെ നിന്റെ ആരാധന കൊണ്ട്, നിന്റെ സ്തുതി കൊണ്ട് ഇന്ന് രാത്രി ഇരപിടിച്ചു കയറാൻ പോവുകയാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുക. കരങ്ങൾ അടിച്ചു ചില മിനിറ്റുകൾ ദൈവത്തെ ആരാധിച്ചാട്ടെ, കരങ്ങൾ അടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ദൂതാവർത്തിക്കുന്നു. നീ ആരാധിക്കുന്നവനെങ്കിൽ നീ അവരുടെ പക്ഷം ചേരുകയല്ല. നിന്റെ മേലുള്ള ദൈവകൃപ കൊണ്ട്, നിന്റെ ആരാധന കൊണ്ട് നിന്നെ ഒടുക്കാൻ നോക്കുന്ന, നിന്നെ തകർക്കാൻ നോക്കുന്ന, നിന്നെ ദേശത്ത് പറിച്ചുകളയെന്ന് പറയുന്ന അന്ധകാര ശക്തി, പൈശാചിക തേർവാഴ്ച ഇന്ന് രാത്രി നിന്റെ ആരാധനയ്ക്ക് മുമ്പിൽ അത് തകർന്നു മാറിയിട്ട് ദേശം നിനക്ക് അനുകൂലമായി, ദേശധവയായി മാറുന്നൊരു പ്രവൃത്തി ഇന്ന് രാത്രിയിലും ഉണ്ടെന്ന് ദൈവാത്മാവ് ദൂതാവർത്തിക്കുന്നു. വിശ്വസിക്കുന്നവർ ചില മിനിറ്റുകൾ അതരങ്ങൾ തുറന്ന് കരങ്ങൾ അടിച്ച് അന്യ പാട്ടുകളിൽ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഉടവല ഹന്തല രഗതല ഹത്തുല രഗതല. ഇന്ന് രാത്രി കർത്താവിടെ ഒരു ദൂതാവർത്തിക്കുക, ഒരു ദൂതാവർത്തിക്കുക. യഹൂദ ഇര പിടിച്ചു കയറുന്നവനാണെങ്കിൽ നിന്റെ മുമ്പിൽ ഇരയ്ക്ക് നിൽക്കാൻ കഴിയത്തില്ല. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? ഇതൊന്ന് ആത്മാവി കണ്ടു തുടങ്ങ്. ആമേൻ. ഒരു സിംഹക്കുട്ടി അതിൻ്റെ ഇരയെ കയറി പിടിക്കുന്ന പോലെ, മാനിനെ പിടിക്കുന്നത് പോലെ, ആമേൻ ആമേൻ ആമേൻ, കാട്ടുപോത്തിനെ പിടിക്കുന്നത് പോലെ ഇന്ന് രാത്രി ദൈവാത്മാവ് ഒരു ദൂതാവർത്തിക്കുന്നു. നീ ഒരു ആമേൻ സിംഹമാ, നീ നിന്റെ ദേശത്ത് ഇര പിടിച്ചു കയറിയിരിക്കും. അപ്പം യഹൂദയ്ക്ക് എന്തുകൊണ്ടാ ഈ മരുഭൂമി കൊടുത്തെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, ആമേൻ, ഇവൻ ഇര പിടിച്ചു കയറുന്നവനാ. പക്ഷെ മരുഭൂമിക്ക് ഒത്തിരി അയോഗ്യതകളുണ്ട്. സംഖ്യാപുസ്തകത്തിൻ്റെ അകത്ത് ഇങ്ങനൊരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്, ആമേൻ, യഹോവയുടെ സഭയെ നീ മരുഭൂമിയിൽ കൊണ്ടുവന്നത് എന്തിന്? അവിടെ പറഞ്ഞൊരു പദം, ഇവിടെ വിത്തില്ല, അത്തിയില്ല, മാതളമില്ല, മുന്തിരിയില്ല, ആമേൻ ആമേൻ ആമേൻ, കുടിക്കാൻ വെള്ളവുമില്ല. സ്തോത്രം പറയാമോ? മരുഭൂമിയുടെ പ്രത്യേകത വിത്തുമില്ല, അത്തിയുമില്ല, മാതളമില്ല, മുന്തിരിയില്ല, കുടിക്കാൻ വെള്ളവുമില്ല. സ്തോത്രം. അപ്പം സ്തുതിക്കുന്നവന് കിട്ടിയത് മരുഭൂമിയാ. ഈ മരുഭൂമിക്കകത്ത് രക്ഷപ്പെടാൻ തൊണ്ട നനയ്ക്കാനുള്ള അനുഭവം ഇല്ല. സ്തോത്രം, സ്തോത്രം. നാളുകളായി വാക്തത്വം കേട്ട് നിൽക്കുക, പക്ഷെ വാക്തത്വത്തിനനുസരിച്ച് ഒരു ചലനമില്ല. ഈ ഹസസോൻ താമാർ എന്ന വാക്കിൻ്റെ അർത്ഥം ഈന്തപ്പനയുടെ നാടെന്ന. ആമേൻ. ഏൻഗതി എന്ന വാക്കിൻ്റെ അർത്ഥം ആമേൻ ആമേൻ നീരുറവ എന്ന. സ്തോത്രം. ഇവിടെ ഈന്തപ്പനയും കാണാനില്ല, ഇവിടെ നീരുറവയും കാണാനില്ല. അർത്ഥാൽ ഈ ഭാഗം ഒരു മരുഭൂമിയായി കിടക്കുക. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? കർത്താവ് എന്നോട് പറഞ്ഞൊരു ദൂത്, ഏറ്റവും വലിയ വാക്തത്വം ഉള്ളവനാ ഏറ്റവും വലിയ മരുഭൂമിയുള്ളവ. ഓ, മിണ്ടുന്നില്ല, നിങ്ങൾ മിണ്ടുന്നില്ല. കർത്താവ് എന്നോട് ആവർത്തിച്ച് പറയുക, സ്തോത്രം. ഇസ്രായേലിനെ പുറത്തു കൊണ്ടിരുന്ന മോശെ, നിനക്ക് 40 വർഷം മരുഭൂമി വെളിപ്പെട്ടെ. നിന്റെ മരുഭൂമിയുടെ ദൈർഘ്യം വെച്ച് പിശാചിന് വാക്തത്വത്തെ തടയാമെന്ന് അവൻ തന്ത്രങ്ങളെ മെനഞ്ഞാൽ ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് ചിലതിനോട് ദൂത് പറയുക, ഇന്നത്തെ മരുഭൂമി നിന്റെ നാളത്തെ വാക്തത്വ പൂർത്തീകരണത്തിലുള്ള ഒരു ചവിട്ടുപടിയാണെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ തൻ്റെ ജനത്തെ നോക്കി ശക്തിയോടെ ദൂത് പറയുകയാണ്. ഇന്നത്തെ നിന്റെ മരുഭൂമി നാളത്തെ നിന്റെ അവൻ ഉയർച്ചയുടെ ചവിട്ടുപടിയാക്കി എൻ്റെ കർത്താവ് തീർക്കുമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ദൂത് പറയുക. മരുഭൂമി അനുഭവിക്കുന്നവർ, വേദന അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ഇതിൻ്റെ അകത്തുണ്ട്. കരങ്ങൾ അടിച്ച് ആരാധിച്ചാട്ടെ. ഈ രാത്രി ഈ മരുഭൂമി നിന്റെ ഉയർച്ചയുടെ ആദ്യത്തെ സ്റ്റെപ്പാണെന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. നോക്കിയേ, ഇതിൻ്റെ പേര് നീരുറവ, പക്ഷെ ഇതിൻ്റെ അകത്തൊരു നന്മയില്ല, ഒരു വിടുതലുമില്ല. ഉൽപ്പത്തി 14
യോശുവ 15 ശമൂവേലിൻ്റെ 1 പുസ്തകത്തിൽ ദാവീദിനുള്ള ബന്ധത്തിലും നിൽക്കുമ്പോൾ ഇത് മരുഭൂമിയായിട്ട് നിൽക്കുക. 2 ദിനവൃത്താന്തം 20 വരുമ്പോൾ അവിടെ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നു, അവിടെ ശത്രു വന്ന് തമ്പടിച്ചു നിൽക്കുക. വാക്തത്വം ഒത്തിരി കേട്ടിട്ടും ആ സ്ഥലം കൊണ്ട് വാക്തത്വം കേട്ടവൻ്റെ പിൻതലമുറയ്ക്ക് ഒരു അനുഗ്രഹം എത്തപ്പെടാൻ കഴിഞ്ഞില്ല. പക്ഷെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായൊരു ലീഡറാണ് യഹോശാഫാത്ത്. യഹോശാഫാത്ത് ഈ വാർത്ത കേട്ടപ്പോൾ ഒന്നാമത് ചെയ്തത് യഹോവയെ അന്വേഷിക്കാൻ തുടങ്ങി. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? ആ പദം ഒന്നുകൂടെ വായിച്ചാട്ട് 20-ാം അധ്യായം 3-ാം വാക്യം, 3-ാമത്തെ വാക്യം. എങ്ങനെ ഭയപ്പെട്ട് യഹോവയെ അന്വേഷിക്കാൻ താല്പര്യപ്പെട്ടു. സ്തോത്രം പറഞ്ഞേ. പണ്ട് നമ്മുടെ ദൈവമക്കളുടെ ഇടയിൽ കേൾക്കുന്നൊരു പദമാണ്, അയ്യോ അവനൊരു ദൈവഭയമുള്ളവനാ. എന്താ പറയുന്നത്? കേട്ടിട്ടില്ലേ നിങ്ങൾ? ഇവിടെയുള്ള ദൈവദാസന്മാർക്ക് അവനെന്താണ് ഇപ്പം പറഞ്ഞു? അവൻ ഫയറാ, അവൻ്റെ അടുത്ത് പോകാൻ പറ്റിയല്ല. ഫയറും ഒക്കെ വേറെ. ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ള ഒറ്റൊരു ദൂത്, നീ യഹോവ ഭക്തനായിരിക്കണം, ദൈവഭയമുള്ളവരായിരിക്കണം. സഭയ്ക്കകത്ത് ഇന്ന് കുറഞ്ഞു പോയ ഗ്രൂപ്പിൻ്റെ പേരാ ദൈവഭയമില്ലാത്തവർ. സ്തോത്രം, സ്തോത്രം. ഇവിടെ യഹോശാഫാത്ത് ഭയപ്പെട്ടു, 2 ദൈവത്തെ അന്വേഷിച്ചു. ഈ പ്രാർത്ഥനയുടെ 18-ാം രാത്രി ദൈവാത്മാവ് ദൂത് പറയുക, നാളുകളായി നീ കേട്ട വാഗ്ദത്തപ്രകാരം ഒരു ചലനവും നടക്കുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ഭയത്തോടെ യഹോവയെ അന്വേഷിപ്പാൻ നീ തയ്യാറുണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇതുവരെയുള്ള ചരിത്രത്തെ എൻ്റെ ദൈവം മാറ്റിയിട്ട് എൻ്റെ ദൈവം ഈ രാത്രിയിൽ നിന്റെ ആത്മമണ്ഡലത്തിലേക്ക് ഒരു പുതിയ ചരിത്രത്തെ എഴുതി ചേർക്കാൻ പോവുകയാണെന്ന് ദൈവാത്മാവ് ഈ രാത്രി ചിലതിനോട് ദൂത് പറയുകയാണ്. സ്തോത്രം. 3-ാമത്തെ കാര്യം, ഉപവാസം പ്രസിദ്ധമാക്കി. എന്താക്കി എന്ന് പറഞ്ഞേ? ഉപവാസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഉപവസിച്ചവരാരും പരാജയപ്പെട്ടതായിട്ട് നമുക്ക് ബൈബിളിൽ അധികം കാണാനില്ല. സ്തോത്രം പറയാമോ? കർത്താവ് തന്നെ പറഞ്ഞ ഒരു പദം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. വായിച്ചാട്ട് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 20-21 വാക്യങ്ങൾ വേഗത്തിൽ ഒരാൾക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 20-21 വാക്യങ്ങൾ. അടുത്ത വാക്യം, എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകയില്ല. കർത്താവ് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ എന്ത് ചെയ്യണം? ഉപവസിക്കുകയും ചെയ്യണം, പ്രാർത്ഥിക്കുകയും ചെയ്യണം. പ്രാർത്ഥനയിലെ ഇത് മാറിപ്പോകും. സ്തോത്രം പറയാമോ? 2-ാമത്തെ ഭാഗം ഞാൻ തൊട്ടിട്ട് ഞാൻ വേഗത്തിൽ അടുത്തൊരു ഭാഗത്തേക്ക് പോവുക. നമുക്കറിയാം, ദൈവസന്നിധിയിൽ ഉപവസിച്ചൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ദാനിയേൽ. ദാനിയേലിൻ്റെ ഉപവാസത്തിൽ ദൈവം 3 തരത്തിലുള്ള കാര്യം ചെയ്തു. നമുക്കൊന്ന് തൊടാം. വായിച്ചോ? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം, അതിൻ്റെ 10-ാം വാക്യം, 16-ാം വാക്യം, 18-ാം വാക്യം ഓരോന്നായി നിർത്തി വായിക്കാം. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 10-ാം വാക്യം. മതി. താൻ ഉപവസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കൈ തന്നെ തൊട്ടു. ഈ കൈ മറ്റാരുടെയും കൈയല്ല, ദൈവത്തിൻ്റെ കൈയാണ്. ആ കൈ അവനെ നേരെ നിർത്തി. സ്തോത്രം. വായിച്ചേ അതിൻ്റെ 16-ാമത്തെ വാക്യം. 2 അധരത്തെ തൊട്ടു. 18-19 തൊട്ട് എന്നെ. അടുത്ത വാക്യം.
മതി 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 മതി. ദൈവം ഉപവസിച്ച ഭക്തൻ്റെ മുമ്പിൽ ഇറങ്ങി വന്ന് അവനെ തൊട്ടപ്പം അവൻ്റെ ശരീരത്തെ തൊട്ടു, അവൻ്റെ നാവിനെ തൊട്ടു, അടുത്തടുത്ത് തൊട്ട് അവനോട് പറയുക, ബലപ്പെട്ടിരിക്കുക, നിനക്ക് സമാധാനമെന്ന് അരുളി ചെയ്തു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവാത്മാവിനോട് പറഞ്ഞൊരു ദൂത്, ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ ഒന്നാമത്തെ തൊടൽ നിന്റെ ശരീരത്താണ്, രണ്ടാമത്തെ തൊടൽ നിന്റെ അതരത്തിലാണ്, മൂന്നാമത്തെ തൊടൽ നിന്നെ അസമാധാനപ്പെടുത്തുന്ന മേഖലയിലേക്കാണ്, നാലാമത്തെ തൊടൽ നിന്നെ ബലഹീനമാക്കി പുറകോട്ട് തള്ളിക്കളയുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ ഉടയ്ക്കാനാണ് ദൈവത്തിന്റെ കരം നാലാമതായി ഒന്നിറങ്ങി വരുന്നത്. എത്ര പേർക്ക് ഇന്ന് രാത്രി ഈ ദൂത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി ഉപവസിക്കുന്ന ദൈവവൈതലേ, ദൈവാത്മാവ് പറയുക, ദാനിയേൽ 10:10, ദാനിയേൽ 10:16, 17, 18 ഭാഗം പറയുന്നത് പോലെ ഇന്ന് രാത്രി ഉപവസിക്കുന്നവന് മേൽ ദൈവത്തിന്റെ കരം ഒന്നിറങ്ങുകയാണ്. ഈ കരം ഇന്ന് രാത്രി ഇറങ്ങിയാൽ നിന്നെ നേരെ നിർത്താത്ത ശത്രുവിന്റെ മുമ്പിൽ അവൻ നിന്നെ നടുവ് നിവർത്തി നിർത്തിക്കാൻ ശക്തനാണ്. 2, ശത്രുവിന്റെ മുമ്പിൽ അപരമടഞ്ഞ് ആരെങ്കിലും ഇതിന്റെ അകത്തുണ്ടെങ്കിൽ ദൈവാത്മാവ് പറയുക, നിന്റെ അപരത്തെ തൊട്ട് ശത്രുവിനോട് മറുപടി പറയാൻ നിന്റെ അപരത്തെ ബലപ്പെടുത്തുന്ന ഒരു കരം ഇന്ന് രാത്രി ഇതിന്റെ മധ്യ ചലിക്കുകയാണ്. നിർത്തരുത്, 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 നിർത്തരുത്. ഇതിന്റെ അകത്തൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ചറിയുന്നവർ കരങ്ങൾ അടിച്ച് ചില മിനിറ്റുകൾ ദൈവത്തെ ആരാധിച്ചാട്ടെ. ഊടവ ശന്തല രഗതല ഊടാ ഭാര 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 ഭാര. ദൈവാത്മാ പറയുക, ഏതാ നിന്റെ ബലഹീനത? എവിടെയാ നീ പകരുന്നത്? എവിടെയാ നീ പിന്മാറിപ്പോകുന്നത്? എവിടെയാ നിന്റെ ആത്മീകം നഷ്ടപ്പെടുന്നത്? അവിടെ തന്നെ ഇന്ന് രാത്രിയിൽ ബലപ്പെടുത്താൻ കഴിവുള്ള ദൈവത്തിന്റെ കരം ഒന്നിറങ്ങുകയാണെന്ന് ദൈവാത്മാവ് ദൂത് പറയുക. ഒരു വലിയ ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. ഒരു വലിയ ദൈവമഹത്വം ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി ജയമില്ലാത്ത ചിലർക്ക്, പരാജയങ്ങൾ തുടർമാനമായി സംഭവിക്കുന്ന ചിലർക്ക് ഇന്ന് രാത്രിയിലെ ഈ യോഗം ദൈവത്തിന്റെ കരമിറങ്ങി നിത്യമായൊരു ജയത്തെ, നിത്യമായൊരു വിടുതലിന് ഈ രാത്രി പകരുകയാണെന്ന് ദൈവാത്മാവ് ദൂത് പറയുകയോ. സ്വോത്രം, സ്വോത്രം പറഞ്ഞാട്ടെ, സ്വോത്രം പറഞ്ഞാട്ടെ. ഒന്ന് ഉപവാസത്താലും പ്രാർത്ഥനയിലും അല്ലാതെ ജാതി മാറത്തില്ല. 2, ഉപവസിക്കുമ്പോൾ ദൈവം അതരത്തെ തൊടും, ശരീരത്തെ തൊടും. മൂന്നാമത്തെ കാര്യം, ബലഹീന മേഖലകളെ ദൈവം ബലപ്പെടുത്തും. എനിക്കൊരു ദൂത് ഇന്ന് രാത്രി കർത്തൃദാസന്മാരോട് പറയാനുണ്ട്. നിന്റെ ബലഹീനത സാമ്പത്തിക മണ്ഡലത്തിലാണെങ്കിൽ ഇന്ന് രാത്രി അവിടെ ആ കരവൊന്നിറങ്ങാൻ പോവുക. നിന്റെ ബലഹീനത നിന്നെ ദേശത്തുറപ്പിക്കുകയെന്ന് പറഞ്ഞ് അപവാദം പറഞ്ഞ് നിന്നെ ഒതുക്കാൻ നോക്കുന്ന ഏറിയയിലാണെങ്കിൽ ഇന്ന് രാത്രിയിൽ അവിടെ ആ കരവൊന്നിറങ്ങുകയാ. നാളുകളായി നീ വിത്തിട്ടിട്ടും കിളിർക്കാതെ വണ്ണം മണ്ണിന്റെ മേൽ മറഞ്ഞിരുന്ന് പോരാടുന്ന പൈശാചിക ശക്തികൾ ഇന്ന് രാത്രി നീ വർക്ക് ചെയ്യുന്ന ഏറിയയിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി മറഞ്ഞിരിക്കുന്ന ദുർഭൂതത്തെ ദൈവത്തിന്റെ കരമിറങ്ങി തകർത്ത് കളയാൻ ഇന്ന് രാത്രിയിലും ശക്തിയുള്ളതാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രിയിലും തന്റെ ജനത്തോട് ദൂത് പറയുകയാ. മനസ്സിലായവർ, തിരിച്ചറിഞ്ഞവർ ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഉടബല ഹർത്തമ നാംതല ഹർത്തുല ജഗതല ഉടബ രഗല രഗന രഗതല വൈഡല റീബല ഭൗഷല സന്തര അർത്തന രഗതല വൈഡല ഉടബ ശന്ദ രാജ ഊട മാന ഷൈഡ അർത്തല രഗതല ഹൗഡല. ഞാൻ യേശുവിന്റെ നാമത്തിൽ കാണുന്നു ചില പ്രവർത്തന മേഖലകളെ കാക്കയെറിഞ്ഞ കല്ലുപോലെ ചതറിച്ച് കളയാൻ പിശാച് നോക്കിയെടുത്ത് കർത്താവിന്റെ കരം ഇന്ന് രാത്രി ഇറങ്ങി അവരെ ബലപ്പെടുത്തുകയാണ്. സ്തോത്രം. ഉപവാസം എന്ന് പറയുന്നത് ബലഹീനമായ മേഖലയെ ബലപ്പെടുത്തുന്നതാണ്. 4-മത്തെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. പുഷ്ടി നിമിത്തം നുകം തകരുന്നു. വായിച്ചട്ട ഒരു വാക്യം മാത്രം. യെശയ്യാവിൻ്റെ പ്രവചനം 58-ാം അധ്യായം 6-ാമത്തെ വാക്യം. അന്യായ ബന്ധനം
നുകത്തിൻ്റെ അമ്മിക്കയറുകളെ. എന്താ ഈ അന്യായ ബന്ധനം? എന്നെ നാളുകളായി കർത്താവ് ചിന്തിപ്പിക്കുന്ന ഒരു ചിന്ത, അഭിഷിക്തർ ബന്ധിക്കപ്പെടുമോ? 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 പെടാം. തെളിവ് വചനത്തിൽ തന്നെയുണ്ട്. യഹൂദ ബാലന്മാരെ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവരായി തീച്ചൂളക്കകത്തിട്ടു. ബന്ധനം അവർക്കുണ്ടായി. പക്ഷെ കർത്താവ് ഇറങ്ങിയപ്പോൾ ആ ബന്ധനം പൊട്ടി. സ്തോത്രം പറയാമോ? ആമേൻ. സ്തോത്രം പറയാമോ? ആമേൻ. പൗലോസിനും ശീലാസിനും ആമേൻ ബന്ധനമുണ്ടായി. പക്ഷേ അവർ അത്തരം തുറന്ന് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ ദൈവത്തിൻ്റെ ആത്മാവ് പൊട്ടിച്ചു കളഞ്ഞു. അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് എന്നോടൊരു മൂന്നാമത്തെ ദൂത് ഇതിൻ്റെ അകത്ത് പറയുക, നാളുകളായി ശുശ്രൂഷയിലൊരു പ്രൊമോഷന് വേണ്ടി, നാളുകളായി ശുശ്രൂഷയുടെ അടുത്ത നിലവാരത്തിൽ കയറാൻ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ചില കർത്തൃദാസന്മാർ, ചില കർത്തൃദാസിമാർ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷെ നാളുകളായി നിനക്കൊരടുത്ത റേഞ്ചിലേക്ക്, ഒരടുത്ത സ്റ്റെപ്പിലേക്ക് എത്തപ്പെടാൻ കഴിയാതെ അന്യായമായി നിന്നെ ബന്ധിച്ച ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രിയിലും ആത്മാവെന്നെ കാണിക്കുക. ഈ രാത്രിയോടെ നിന്റെ മിനിസ്ട്രിയുടെ ബ്ലോക്കായി അവൻ മിനിസ്ട്രിയെ ബന്ധിച്ചിട്ട് ആ അന്യായ ബന്ധനം ഉപവാസത്തിന്റെ 18ാമത്തെ രാത്രിയിൽ എൻ്റെ ദൈവം അതിനെ തകർത്തു കളയുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് ഏറ്റെടുത്താട്ടെ. ഈ പ്രാർത്ഥന, ഉപവാസം ചില അന്യായ ബന്ധനങ്ങൾ തകർന്നു മാറാൻ കാരണമാണെന്ന് ദൈവാത്മാവ് ദൂത് പറയുക. ബിസിനസിനെ കെട്ടിയ, കുടുംബജീവിതത്തെ കെട്ടിയ, ശുശ്രൂഷയെ കെട്ടിയ, സഭയുടെ വളർച്ചയെ കെട്ടിയ അന്യായ ബന്ധനങ്ങൾ ഇന്ന് രാത്രി ദൈവജനം ഒരുമിച്ച് ആരാധിക്കുമ്പോൾ അത് പൊട്ടി മാറുകയോ. കരങ്ങളടിച്ച് അകാരണമായി ബന്ധനമിട്ട് ശത്രുവിന്റെ മുഖങ്ങൾ ഇന്ന് രാത്രിയിൽ, ഉപവാസത്തിന്റെ 18ാം രാത്രിയിൽ ചിലതിനെ വിട്ട് മാറുകയാണ്. ഓ ഊടാ മാന അമ്പല പൗഡല ശംബർ കമനെ ഊടാ രാജ അർപ്പല പൗഡല. നീ ഉപവസിക്കുന്നവനാ, നീ പ്രാർത്ഥിക്കുന്നവനാ. പക്ഷേ നാളുകളായി ഒരു പരിധി വിട്ട് വളരാൻ കഴിയുന്നില്ല. നാളുകളായി ഒരു പരിധിക്കപ്പുറം കയറാൻ കഴിയുന്നില്ല. നാളുകളായി ഒരു ഉന്നമനം വരുന്നില്ല. ഈ രാത്രി നിന്റെ ഉന്നമനത്തിനെതിരെ, നിന്റെ ഉയർച്ചക്കെതിരെ എവിടെ നിന്ന് വെളിപ്പെട്ടതാണേലും ആ ബന്ധനത്തെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കരം തന്നെ പുഷ്ടി നിമിത്തം അവൻ നുക പകരുമെങ്കിൽ ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ ശക്തി ഇവിടെ ചലിക്കുന്നുണ്ട്. കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പോരാ അർത്ഥന രഗന്തുന രഗൽക്കന ജീവപ്രൗഢല വേദ കടക സംബര ധനര രമന രഗന്തല ദീകൽക്കര ദഗൽക്കര. പോരാ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചലിക്കുക. ദൈവശക്തി ഇവിടെ ചലിക്കുക. കർത്താവ് എന്നോട് പറയുക, ദൈവം തന്നെ ഇന്ന് രാത്രി ചിലതിൻ്റെ കെട്ടുപൊട്ടിച്ചിട്ട് അവരുടെ മിനിസ്ട്രിയിൽ ഒരു എക്സ്റ്റാബ്ലിഷ്മെന്റ് ഇന്ന് രാത്രി പരിധിയെ പൊളിച്ച് ഒരു അടുത്ത നിലവാരത്തിലേക്ക് ഇന്ന് രാത്രി തൻ്റെ ദാസന്മാരെ ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോവുകയാണെന്ന് ഈ രാത്രി ദൈവാത്മാവ് ദൂത് പറയുക. സ്തോത്രം. ഒന്ന് ഉപവസിച്ചാൽ ഈ ജാതി മാറിപ്പോ. ഉപവസിച്ചാൽ നാവിനെ ദൈവം തൊടും, ശരീരത്തെ തൊടും, ബലഹീന മേഖലയെ ബലപ്പെടുത്തും, അന്യായ ബന്ധനങ്ങളെ കർത്താവ് തകർക്കും. ഇവിടെ യഹോശാഫാത്ത് ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. സ്തോത്രം. അവൻ ഉപവാസം പ്രസിദ്ധപ്പെടുത്തി ജനത്തെ വിളിച്ചു കൂട്ടുകയാണ്. നോക്കി, അതൊരു ഓർഡറാണ്. കർത്താവിനെ ഭയപ്പെട്ടു, കർത്താവിനെ അന്വേഷിച്ചു, അടുത്ത ഉപവാസം പ്രസിദ്ധം ചെയ്തു. 4ാമത്തെ കാര്യമാണ് ഇന്ന് രാത്രി എനിക്കിവിടെ ആവർത്തിച്ച് പറയാനുള്ളത്. ഇവർ ഉപവസിക്കാൻ തുടങ്ങിയപ്പോൾ 4ാമത്തെ കാര്യം, അവിടെ ദൈവശബ്ദം വെളിപ്പെട്ടു.
സ്വോത്രം പറയാമോ? ഒറ്റ വാക്യം അങ്ങോട്ട് വായിച്ചാട്ടെ, തെളിയിച്ചു പോകുന്നത് എനിക്കിഷ്ടമാണ്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. ആ ആ യഹസിയേൽ എന്ന ഒരു ലേവ്യൻ്റെ മേൽ വന്നു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹൂദ്യർ ഒക്കെയും ആ ആ ആ അടുത്ത വാക്യം, ആ ആ യുദ്ധം നിങ്ങളുടേതല്ല. ആമേൻ, ആമേൻ, ആമേൻ. ഒരു പദം അവിടെ നിന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിടാം. ഉപവസിക്കുന്നവനോട് ദൈവത്തിന് ശബ്ദമുണ്ട്. സ്വോത്രം പറയാമോ? കാടടച്ച് പ്രവാചകന്മാരെ കളിയാക്കുന്ന ഒത്തിരി പേരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്ന് രാത്രി പറയാം, നല്ല നോട്ടുണ്ട്, കള്ളനോട്ടുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്ന് രാത്രി സഭയ്ക്ക് ആവശ്യം പ്രവാചകന്മാരെ കുറ്റം പറയുന്നവരെ അല്ല, നല്ല ദൂത് തെറ്റാതെ പറയുന്നവരെ ഇന്ന് രാത്രിയിലും ദൈവത്തിന് ആവശ്യമാണ്. ഓ, സ്തോത്രം പറയുന്നില്ലല്ലോ, സ്തോത്രം പറയുന്നില്ലല്ലോ. ഇവിടെ നോക്കിക്കേ, ദൈവജനം ഉപവസിച്ചപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരിക. എന്താണ് ശബ്ദം? നിങ്ങൾ മിണ്ടാതിരിക്കേണ്ട, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് നിങ്ങൾക്കല്ല യുദ്ധം, യഹോവയ്ക്കായി യുദ്ധം. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇന്ന് രാത്രി ആമൻ ഉപവസിക്കുന്ന നിന്നോട് ദൈവശബ്ദം വെളിപ്പെട്ടാൽ നിനക്കിന്ന് രാത്രി പരാജയമില്ല, നിനക്കിന്ന് രാത്രി ജയം തുടങ്ങുകയാണ്. ഇന്ന് രാത്രി ഉപവസിക്കുന്നവനോട്, പ്രാർത്ഥിക്കുന്നവനോട്, കാത്തിരിക്കുന്നവനോട്, ദൈവത്തെ ഭയപ്പെടുന്നവനോട്, ദൈവത്തെ അന്വേഷിക്കുന്നവനോട് യഹോവയ്ക്ക് ഇന്ന് രാത്രി അരുളപ്പാടുണ്ട്. യുദ്ധം നിനക്കുള്ളതല്ല, യഹോവയ്ക്കുള്ളത്. ഓ, ഇന്ന് രാത്രി കർത്തൃദാസന്മാരെ, പടക്കളത്തിൽ നിൽക്കുന്നവരെ, പോരാട്ടത്തിന്റെ അകത്ത് നിൽക്കുന്ന ഭക്തന്മാരെ, ദൈവാത്മ പറയുക, നീ ഉപവസിച്ചോ, നിനക്കല്ല യുദ്ധം, യഹോവ തന്നെ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ശക്തനാണെന്ന് ഈ രാത്രി ദൂത് പറയുകയാ. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലായി? നീ യുദ്ധം ചെയ്യേണ്ട, നീ ഉപവസിച്ചാൽ മതി. ഇന്ന് രാത്രി നീ ഉപവസിക്കുന്നവനെങ്കിൽ യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങുന്ന രാത്രിയാണ് ദൈവാത്മാവ് ദൂത് പറയാ. ഓ, ഈ സഭയ്ക്ക് വേണ്ടി, ഈ പട്ടണത്തിന് നടുവിൽ ഇറങ്ങി യുദ്ധം ചെയ്യുന്ന ദൈവ സാന്നിധ്യത്തെ ഞാൻ ആത്മാവി കാണുകയാണ്, ഞാൻ ആത്മാവി കാണുകയാണ്. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയ്ക്കകത്തുള്ള ദൈവജനത്തിന് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന, യുദ്ധം ചെയ്യുന്ന ദൈവകരത്തെ ഞാൻ ആത്മാവി കാണുകയോ. ഇന്ന് രാത്രി ശബ്ദം വെളിപ്പെട്ടാൽ യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. 4 ദൈവശബ്ദം. 5-ാമത്തെ കാര്യം, 6-ാമത്തെ കാര്യം തൊട്ട് ഞാൻ അടുത്തൊരു ഭാഗത്തേക്ക് പോവാം. ദൈവശബ്ദം വെളിപ്പെട്ടു. പ്രതിസന്ധിക്കകത്ത് യുദ്ധം നിങ്ങൾക്കുള്ളതല്ല, യഹോവയ്ക്ക്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. നീ ഉപവസിച്ച്, ശരിയാ. അടുത്തൊരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. വായിച്ചാട്ട് അതിൻ്റെ 20-ാം അധ്യായം 19-ാമത്തെ വാക്യം. ആ ആ ആ എൻ്റെ വാക്ക് കേൾപ്പീൻ, നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അടുത്ത പദം, അവൻ്റെ സ്തോത്രം പറ, സ്തോത്രം പറ, അവൻ്റെ പ്രവാചകന്മാരെയും വിശ്വസിപ്പീൻ. രതീശാലപ്പാറ പറയല്ല, ദൈവത്തിൻ്റെ വചനം പറയുക. സ്തോത്രം, സ്തോത്രം. ദൈവശബ്ദം ഇല്ലെന്ന് പറയുന്നവനെ ഇന്ന് രാത്രി ദൈവസഭ തിരിച്ചറിഞ്ഞോണം. സ്തോത്രം, സ്തോത്രം. എന്താണെന്നറിയാമോ? ആമേൻ, ആമേൻ. ദൈവസഭയ്ക്കകത്ത് ദൈവശബ്ദം ഇല്ലെന്ന് പറഞ്ഞാൽ കർത്താവ് ഇല്ലെന്ന്. ഓ, മിണ്ടുന്നില്ലല്ലോ.
ഇതുപോലൊരു കാലഘട്ടം പണ്ടുണ്ടായി. മലാക്കി മുതൽ മത്തായി വരെ 400 വർഷം. അന്ന് പ്രവാചകന്റെ ശബ്ദമില്ല, ജനം വഴിവിട്ടുപോയി. ഇന്ന് രാത്രി ദൈവശബ്ദം ഇല്ല എന്ന് പറയുന്നെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് മടക്കി കൊണ്ടുപോകാൻ നോക്കുന്നവന്റെ കൂട്ടമാണെന്ന് ദൈവജനം ഇന്ന് രാത്രി ആമേൻ ആമേൻ മനസ്സിലാക്കാൻ ദൈവാത്മാവ് ദൂത് പറയുക. ഇവിടെ പറയും എന്നിൽ ആമേൻ. ആ വാക്യം വായിച്ചേ. ആമേൻ. അവന്റെ പ്രവാചകന്മാരിൽ വിശ്വസിപ്പിൻ. അറിയാമോ, ഇതാ ഞാൻ പറഞ്ഞ സഭയ്ക്കകത്ത് ആരാധന വേണം. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി തുള്ളുന്നവനെതിരെ ചാടുന്നവനെതിരെ മേലെ ദുരാത്മാവാ. സ്തോത്രം പറയുന്നില്ല, സ്തോത്രം പറയുന്നില്ല. കാരണം എന്നാണെന്നറിയാമോ, ഇവിടെ ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ ഒരു വാഗ്ദത്തമുള്ള യഹൂദയ്ക്ക് അവൻ നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ പിടിക്കാൻ അവർ സംഗീതക്കാരെയാക്കി. അവർ ദൈവത്തെ പാടി ആരാധിച്ചപ്പോൾ ദൈവം അവരുടെ പതിയിരിപ്പുകാരെ വരുത്തി അവരെ തകർത്തു കളഞ്ഞു. ഇന്ന് രാത്രി സഭയോട് എനിക്കൊരു ദൂത് പറയാനുണ്ട്. എന്തുകൊണ്ട് ശത്രുവിന്റെ മുമ്പിൽ ദൈവസഭ പരാജയപ്പെടുന്നു? ആരാധന കുറഞ്ഞു പോയി, സ്തുതി കുറഞ്ഞു പോയി. നീ ആരാധിക്കാൻ തയ്യാറായാൽ നിന്റെ ശത്രുവിനെ തകർക്കാൻ എന്റെ ദൈവം പതിയിരിപ്പുകാരെ അയച്ച് ചിലവിനെ തോറ്റോടിക്കുവാനാക്കുമെന്ന് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് തന്റെ വചനത്തിലൂടെ ശക്തമായതെന്ന് പറയാ. ഉടമന അർത്ഥല രകൽക്കമന ഇന്ന് രാത്രി ശക്തിയുള്ള ആരാധന വെളിപ്പെടട്ടെ. നിന്റെ ഉയർച്ചയ്ക്ക്, നിന്റെ വാക്തത്വത്തിന്, നിന്റെ പിതാക്കന്മാർക്ക് ദൈവം കൊടുത്ത വാക്തത്വത്തെ ശത്രു പിടിച്ചു വെക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ആരാധന എത്രത്തോളം ശക്തിയിൽ ഉയരപ്പെടുമോ, എത്രത്തോളം ശക്തിയിൽ ബലപ്പെട്ടു വരുമോ, അത്രത്തോളം ശക്തിയിൽ ശത്രുവിന്റെ തന്ത്രങ്ങളെ എന്റെ ദൈവം തകർത്തിട്ട് നീ അറിയാതെ ഒരു ജയത്തെ നിന്റെ കരത്തിൽ തരാൻ എന്റെ ദൈവം ശക്തനാണെന്ന് ഈ രാത്രി ദൂത് പറയാ. മാന ശന്തല പൗഡല ചൂടൽ കമനെ അർത്ഥാമാന ചൂട ബാബ അമ്പല പൗഡല. നിർത്തരുത്, നിർത്തരുത്, നിർത്തരുത്. സഭ ഇന്ന് രാത്രി ആരാധിച്ചു കയറട്ടെ. സഭ ഇന്ന് രാത്രി ആരാധിച്ചു കയറട്ടെ. വ്യക്തികൾ ഇന്ന് രാത്രി ആരാധിച്ചു കയറട്ടെ. നാളുകളായി നീ കേട്ട ചില വാക്തത്വമുണ്ട്. അതിനെ തിരികെ പ്രാപിക്കണമെങ്കിൽ, തിരികെ പിടിക്കണമെങ്കിൽ സത്യാരാധന, ആത്മാവിലുള്ള ആരാധന, യഹോവയ്ക്ക് മഹത്വം വരുന്ന ആരാധന ഇന്ന് രാത്രി വെളിപ്പെട്ടേ മതിയാകൂ. സ്തോത്രം. കർത്താവിൻ്റെ വചനം പറയുന്നു, അവർ ആരാധിച്ചപ്പോൾ പതിയിരിപ്പുകാരെ വരുത്തി ദൈവം അവരെ തോറ്റോടിപ്പിച്ചു. അങ്ങനെ യഹോശാഫാത്തും കൂട്ടരും ആ ഏൻഗതി എന്ന ഹസസോൻ താമാർ പിടിച്ചടക്കി. പക്ഷേ ഇതിൻ്റെ അകത്ത് ഉറവ വന്നില്ല. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? അത് മരുഭൂമിയായിട്ട് തന്നെ നിൽക്കുക. പക്ഷേ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവം ഒരു ഏറിയ നോക്കിയൊരു പേര് വിളിച്ചാൽ അതുപോലെ തന്നെ എൻ്റെ ദൈവം ചെയ്തിരിക്കും. സ്തോത്രം പറയാമോ? ദൈവം ദൈവശബ്ദപ്രകാരം നിന്നെ മോശ എന്ന് വിളിച്ചാൽ മോശ ചെയ്തതിനെ പോലെ അസാധാരണമായ ശുശ്രൂഷ നിന്നെ കൊണ്ട് ദൈവം ചെയ്തിരിക്കും. നിന്നെ ദൈവം ഏലിയാവിനോടുള്ള ദൂത നിന്നെ നോക്കി പറഞ്ഞാൽ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുക, അതേ പ്രവൃത്തി എൻ്റെ ദൈവം നിന്നെ കൊണ്ട് ചെയ്തിരിക്കും. എൻ്റെ ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. എൻ്റെ ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവം അത് ചെയ്തിരിക്കും. സ്തോത്രം. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ യഹോവയെ അന്വേഷിച്ചു, യഹോവയെ ഭയപ്പെട്ടു, ഉപവസിച്ചു, ദൈവശബ്ദം കേട്ടു, ആരാധിച്ചു. ഈ 5 കാര്യം ചെയ്തപ്പോൾ അവർക്ക് ആ നന്മയെ തിരികെ കിട്ടി. പക്ഷേ പേര് നീരുറവ എന്ന അത് തുറന്നില്ല. പക്ഷേ യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ
അവിടെ ഇങ്ങനെ കാണുന്നു, ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒരു നദി പുറപ്പെട്ടു. അത് കിഴക്കോട്ടൊഴുകുകയാ. അതിൻ്റെ അകത്തേക്ക് ആമൻ പ്രവാചകനെ ദൈവം വിട്ടു. സ്തോത്രം. 1000 മുഴ വളർന്നു. ആമൻ നരിയാണിയോളമായി. 1000 മുഴ വളർന്നു. അത് മുട്ടോളമായി. വീണ്ടും വളർന്നു, അരയോളമായി. ഒടുവിൽ അളന്നു. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരാത്മപ്രവാഹമായി അത് മാറി. സ്തോത്രം. ഈ നദി പിന്നീട് എവിടെ ചെന്നെന്ന് ചോദിച്ചാൽ അതിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു. ഈ നദി ഏൻ ഗതി മുതൽ ഏൻ എഗ്ലയിൻ വരെ മീൻപിടുത്തക്കാർ നിന്ന് വല വീശത്തക്ക നിലയിൽ ഇതൊരു വലിയ നദിയായി മാറി. സ്തോത്രം. ഇതിന്റെ ഇരു കരകളിലും വൃക്ഷങ്ങളുണ്ടായി. അടുത്ത പദം, ഇതിന്റെ അകത്ത് അനേക ഫലങ്ങളുണ്ടായി. അവിടെയും തീർന്നില്ല. അടുത്ത പദം, അതിന്റെ ഇല വാടാതെ എന്നേക്കും നിൽക്കുന്നൊരു അനുഭവമായി. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? എന്തുകൊണ്ടാ നാളുകളായി അമ്മോന്യർ ഇതിനെ പിടിച്ചു വെച്ചേ? എന്തുകൊണ്ടാ നാളുകളായി മോവാബ് ഇതിനെ പിടിച്ചു വെച്ചേ? ഒരിക്കലും വറ്റാത്തൊരുറവ അവിടെ വെളിപ്പെടേണ്ടതുണ്ട്. ഒരിക്കലും നിലയ്ക്കാത്തൊരുറവ അവിടെ വെളിപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവർ കടന്ന് ആക്രമിച്ചു കയറിയത്. ഇന്ന് രാത്രി ദൈവാത്മ ഒരു ദൂത് പറയുക, ഒരിക്കലും വറ്റാത്തൊരുറവ, ഒരിക്കലും നിലയ്ക്കാത്തൊരുറവ ആ ഏൻഗതിക്കകത്ത് എൻ്റെ ദൈവത്തിന് കൊണ്ടുവരാൻ പദ്ധതി ഉണ്ടായിരുന്നു. ഈ നദി മറ്റൊന്നുമല്ല, ഈ നദി മറ്റൊന്നുമല്ല, പരിശുദ്ധയാത്മാവെന്ന നദിയാണ്. ഇന്ന് രാത്രി എവിടെയാ ദൈവത്തിന്റെ നദി ഒഴുകുന്നേ? സ്തുതിക്കുന്ന യഹൂദ ഗോത്രത്തിന്റെ അകത്ത് ആരാധിക്കുന്നവന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി ആ അഭിഷേകത്തിന്റെ നദി, ആ തൈല നദി, ആ സുഗന്ധ നദി, ആ പരിശുദ്ധാത്മ നദി ഇന്ന് രാത്രി ഒന്നിറങ്ങാൻ പോവാന്ന് ദൈവാത്മാവ് ദൂത് പറയാ. ഉടബല ഹന്തല രഗതല ഹർത്തല രഗതല. ചിലപറ്റുകൾ കരങ്ങൾ അടിച്ച് ഏറ്റെടുത്ത് ആരാധിച്ചാട്ടെ. അടകൽ കമന. ഇന്ന് രാത്രി എവിടെയാ നദി ഒഴുകുന്നേ? ആമൻ. എവിടെയാ നദി ഒഴുകുന്നേ? നാളുകളായി ശൂന്യമാക്കപ്പെട്ട് കിടന്ന, നാളുകളായി ചലനമില്ലാതെ കിടന്ന, നാളുകളായി മരുഭൂമിയായി കിടന്ന, നാളുകളായി ഉയർച്ചയില്ലാതെ കിടന്ന, നാളുകളായി ആർക്കും വേണ്ടാതെ കിടന്ന അതേ മരുഭൂമിക്കകത്ത് ഒരു നദി ചലിച്ചതുപോലെ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ ശൂന്യതയ്ക്കകത്ത് ഈ 18-ാം രാത്രി ഏൻ ഗതിയിൽ വെളിപ്പെട്ട അതേ നദി നിന്റെ ജീവിതത്തിലേക്ക് ഈ രാത്രി ഇറങ്ങുകയാണ്. പോരാ പോരാ പോരാ. കരങ്ങളടിച്ച് ചില കുട്ടികൾക്ക് ഊടല ശബ്ദല പൗടല അർത്ഥ മാന രഗല ഊടാ ബാബ ബാബ. യെസ്. ഉടവൽ കമനെ അർത്ഥന രഗൽ കമന. ഞാൻ ഒരു ആത്മീയ ദൂത് പറഞ്ഞ് ഞാൻ അടുത്തൊരു ഭാഗത്തേക്ക് പോവാം. എവിടെയാ ദൈവത്തിൻ്റെ നദി ഇറങ്ങി? ശൂന്യമാക്കപ്പെട്ട് കിടന്ന, ചലനമില്ലാതെ കിടന്ന, ആർക്കും വേണ്ടാത്ത അതേ മരുഭൂമിയായ എൻഗതിയിലാണ് ഈ നദി വന്നു നിന്നേ. ഇന്ന് രാത്രി ചില കർത്തൃദാസന്മാരോട്, ചില ദൈവമക്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ദൂത് ആവർത്തിക്കുകയാ. എന്താ ഈ ദൂത്? ഇന്നലകളിൽ നീ ആർക്കും വേണ്ടായിരുന്നു. ഇന്നലകളിൽ ആർക്കും നീ ഒരു ഗുണമുള്ള വ്യക്തിയല്ല. ഇന്നലകളിൽ നീ ഒരു പ്രയോജനമില്ലാത്ത വ്യക്തിയാ. പക്ഷെ ഇന്ന് രാത്രി ദൈവാത്മാവ് ഈ ദൂത് ഇവിടെ ആവർത്തിക്കുക. എൻ്റെ ദൈവത്തിൻ്റെ നദി നിന്റെ മേലേക്ക് അവനെ നയിക്കുക. നീ രാജ്യങ്ങൾക്ക് പ്രയോജനപ്പെടാൻ പോവാ. നീ പട്ടണങ്ങൾക്ക് പ്രയോജനപ്പെടാൻ പോവാ. നീ ഇന്ന് രാത്രി ദൈവരാജ്യ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിയാക്കി ഈ ശൂന്യതക്കകത്ത് നിന്ന് എൻ്റെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരികയാ. എത്ര പേർക്ക് ഇന്ന് രാത്രി ഏൽപ്പിക്കപ്പെടാൻ കഴിയും? എത്ര പേർക്ക് ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടാൻ കഴിയും? അങ്ങനെയുള്ളവർ കരങ്ങൾ അടിച്ച് ഉടമന ശംബർക്കന ജഗൽക്കമന അർപ്പന രഗത്തുനി അമ്പർക്കന ജഗൽക്കമന ഊടാബാബ ശംബര ധരാജര. നിർത്തരുത്. ഒരു വലിയ അഭിഷേകം ഇതിനകത്ത് ചലിക്കുക. ഒരു വലിയ ദൈവസാന്നിധ്യം ഇതിനകത്ത് ചലിക്കുക. ഊടാ മാന അർത്ഥമ രമലേ കൂട പ്രൗഢല ശംബല പ്രൗഢല ചൂട പ്രൗഢല ഊടാ ഭാര ചൂടാ മാന. കുടമന ഹർത്തൽ കമന ഘടകദുരി അന്തർ ജനാതകൽ കമന. ചിലരുടെ മേൽ ഇന്ന് രാത്രി ഒരു അസാധാരണമായ അഭിഷേകത്തിൻ്റെ കൈമാറ്റം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഏൻകതി എന്ന മരുഭൂമിയിൽ
ദൈവത്തിൻ്റെ നദി വെളിപ്പെട്ടതുപോലെ ഇന്ന് രാത്രി ചിലതിൻ്റെ മേലേക്ക് ആ നദി ഇറങ്ങുക. വിട്ടുകൊടുത്തോ. അടുത്തുള്ളവരെ നോക്കണ്ട. ഇന്ന് രാത്രിയിൽ ചിലർ കൃപാവരം കൊണ്ട് നിറയുകയാണ്, ചിലർ പുതുഭാഷകൾ കൊണ്ട് നിറയുകയാണ്, ചിലർ ഇന്ന് രാത്രി പ്രവാചകന്മാരായി മാറുകയാണ്, ചിലർ ഇന്ന് രാത്രി അപ്പോസ്തലിക ശുശ്രൂഷയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്, ചിലർ ഇന്ന് രാത്രി ഇടയന്മാരായി ദൈവം അപ്പോയിൻമെന്റ് ചെയ്യുകയാണ്, ചിലരെ ഇന്ന് രാത്രി രാജ്യങ്ങളുടെ അപ്പോസ്തലന്മാരാക്കി എൻ്റെ ദൈവം തൻ്റെ കരത്തിലേക്ക് അവരെ അപ്പോയിൻമെന്റ് ചെയ്യുകയാണ്. ഇന്ന് രാത്രി മനസ്സിലായവർ ചില മിനിറ്റുകൾ കരങ്ങൾ അടിച്ച് ആമേൻ 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 ഏൽപ്പിച്ചു കൊടുത്താണ്. ഉടബല ഭൗശാല സംതല രക്തല ഉടബ രഗന രഗല രഗതല ഹർത്തല ജാതല തുടബൽ കമനെ രഗജല ഹർത്തമ നംദല ഹർത്തല ഊടാഭാര ശംദല രഗദാ 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 രഗദര ഘടക ദ്വീടവരംശ രേദ വശ്യ വൽപ വത്ത വേദ വാദ ഘശ രേദ ദാ രക്കര ഘക്ഷക നാദക രീതക നംശ രഗദാ 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 രഗദര ഘടക ദ്വീട വംദ വൽപ അസ്തരാ ഹർഷ രഗദാ 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 രഗദര ഘടകൽ ഘടക രഗദാ രഗദേ രഗദാ ഈവൽ കക്ഷ രഗദാ 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 താ രക്ക രക്ക ദിക്ക രക്ക ധീര ഘട്ട ഘട്ട വൽപ വത്ത വക്ഷ വത്ത വൽപ വശ അച്ചം വത്തൽ പത്തം വക്ഷം വാദം വട്ടം വേദം വട്ടം വേദി കടകം വീര വെളിപ്പെട്ടെ വാഗ്ദത്തം കേട്ട് തരിശായി കിടന്നിടത്ത്. സ്തോത്രം. എവിടെയാ ഈ നദി വെളിപ്പെട്ടെ? ആരാധിക്കുന്നവന് അവകാശമായി വിഭാഗിച്ച മണ്ണിൽ. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വർഷങ്ങളായി വേലക്കിറങ്ങിയിട്ട് ഒരു വിശാലതയില്ലാതെ ഇരിക്കുന്ന ചിലതിൻ്റെ അകത്തുണ്ട്. ദൈവത്വം അവരെ നോക്കി ദൂത് പറയുക, ഇന്ന് രാത്രി ഈ നദി നിന്റെ മേൽ വെളിപ്പെടുക. നിന്റെ ശൂന്യതയെ ഇന്ന് രാത്രി തമ്പുരാൻ എടുത്തു മാറ്റാൻ പോവുക. ഒരു മിനിറ്റ് എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. ആ യൗവനക്കാർ മുഴുവനും ഇങ്ങോട്ട് വന്നാട്ടെ. സ്തോത്രം. ആ കർത്തൃദാസന്മാർ മുഴുവനും ഇങ്ങോട്ട് വന്നാട്ടെ. ഇന്ന് രാത്രി കർത്താവിനോട് പറയുക, കാത്തട്ടെ. യെസ്. അസ്തരാധ ഗക്ഷ കൽക്കരാധ ഘടകൽ ഗാതിനാഥ രീത വശ വൽപ വൈശ ഗത്ത ഗാന ഗേദ ഗശ വെൽപ വേദി ഘടകരാധി അസ്തരാധി ഗക്ഷ വൽപ വൈശ വന്ദ വൽപ വൈശ രേദ ഘടക രാധി ഗക്ഷ വേദി വേദി ഊടവൽ പവദൽ ഘടക രഗദ 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 രഗദൽ ഘടക രഗദ രഗദ ഈവൽ കക്ഷ വേദൽ ഘടകം വീദ വശ വേദ വാന ധീര വാര ഹർഷ രാധ അസ്തര ഗക്ഷ വത്തക നംശര ഗത്തുര വന്ദന വൽപ വൈശ രാധ രേദ രീദ വാര വശ രാധ രീദ രേദ അസ്തര ഗക്ഷ വൽപട വടകൽ ഘടക രഗദ 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 അസ്തര ഗക്ഷ വേദ വാര വേദ വാന ശബ്ദ വാന വാദ വാന വേദ വാന ഊടവാര ഹസ്തവാദ വേദ വശ വൽപ വൈശ വാദ വനവൽ. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു, ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉടവൽ പവാദഘടകൽ പവിത്തനാദര വരാവരാവരാവര ഊട്ട വൽപവാദി ഗക്ഷം വൽപവേദ ഘടകം അതലം വൽപവാദം വരകൽ ഘടക രഗദ 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 രഗദ
അസ്തര ഗക്ഷകൻ അന്തര വത്തകൻ അക്ഷര കത്തുര വന്തര വൽകട ഗടകൽ ഗടക രഗദ രഗദ അസ്തര ഗക്ഷകൻ ആദക രീതകൻ അക്ഷ രേദ വാന വേദ ഊടാ വാന വസ്തൽ ഗടക ക്രീഡ വത്ത വൽപ വർഷ രഗദ 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 ദീവന അസ്തര വക്ഷകൻ അത്തുന വത്തന വൽക രഗദ രീഡ വാന വേദി 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 അസ്തര ഗക്ഷം വേദകൻ അത്തിരി കട്ടട ഗക്ഷകൻ അത്തുന വത്തന വൽപ പത്ത വാദക്കട്ട വേദാവാന ദീവൽ കക്ഷ വേദൽ കടകം വീരകടത്തം വേദൽ കടകം വീരാമാനം വേദാവാദ ഹർഷാരാധ ഐഡൽ കക്ഷ വേദൽ കടക രഗദ 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 ദവാന വീരവക്ഷ വാദികട്ട ഗാദകൽക രാധകക്ഷ വേദിവക്ഷ വാദി രേദ ഗക്ഷകനാദക ഓ രഗനാദക രീതക രീദ രീസ യേശ് 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 ദീവൽ കക്ഷ വൽപ പച്ച വേദൽ കടക രഗദ 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 ഇദൽ കക്ഷകനാദക രീതക നക്ഷര കത്തുര വന്തന വൽകര ഗടകൽ കടക രഗദ രഗദ അസ്ത രാധ രീദ കെട്ട വേദ വൽപ വശ വാദ വേദ വേദ വേദി വേദി ഹസ്തം വക്ഷം വൽപം വക്ഷം വേദം വേദൽ കടകം വേദ ഐഡ വക്ഷ വാദ വാന വാദ വേദ വശ വാദ വേദി വേദി ഹസ്ത രക്ഷ വാദ ഘട്ട വേദി ഗച്ഛ വൽപ വശ ഗാദി ഘട്ട വീര ഘട്ട വേദി ഗച്ഛ ദീവാ ഹസ്ത രേദ ഘടക ദിരവൽ കടക രഗദ 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 യേശ് 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 ദീവൽ കക്ഷക നാദക നാദക രീദക നേദക നാദക രീദക നീദക നാദക രീദക നേദക രീദക നേദിക ദാ രഗദ 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 ദാ രഗദ 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 ദാ വാന വാദ വാദ വീര വേദ ഘക്ഷ രേദ രീദ വക്ഷ വേദി വേദി ദം വക്ഷം വേദൽ കട്ടം വേദൽ കടകം വേദിൽ കടകം വീര കട്ടം വീര വാര ചിലതിന്റെ ചരിത്രം മാറാൻ പോവാ, ചിലതിന്റെ ചരിത്രം മാറാൻ പോവാ. നിന്റെ തകർന്ന കുടുംബമല്ല വിഷയം, നിന്റെ പഴയ ട്രഡീഷണൽ ബാക്ക്ഗ്രൗണ്ട് അല്ല വിഷയം. ഇന്ന് രാത്രി ശൂന്യതയ്ക്കകത്ത് ഇറങ്ങി വന്ന ഈ നദി നിന്റെ ജീവിതത്തിന്റെ ചരിത്രത്തെ ഈ രാത്രി മാറ്റാൻ പോവുകയാണ്. മരുഭൂമി എന്ന് പേര് കേട്ടത് പിന്നീട് ഉറവയായി മാറിയെങ്കിൽ, അതൊരു നീരൊഴുക്കായി മാറിയെങ്കിൽ, ഇന്ന് രാത്രി എന്റെ ദൈവം ഇന്നലത്തെ അനുഭവത്തിന് ഒരു മാറ്റത്തെ കൽപ്പിക്കുകയാണ്, ഒരു മാറ്റത്തെ കൽപ്പിക്കുകയാണ്. കരങ്ങളടിച്ച് പ്രാപിച്ചു. വിട്ടുകൊടുത്തോ വിട്ടുകൊടുത്തോ. ഞാൻ കാണുന്നു ഇന്ന് രാത്രി ചിലർ ആളുമാറുകയാ, ചിലർ ആളുമാറുകയാ. ഇന്നലെ കണ്ട മരുഭൂമിയല്ല, ഇന്നലെ കണ്ട മരുഭൂമിയല്ല. നിന്നോട് ദൈവം പറഞ്ഞു വാഗ്ദത്തം പോലെ തന്നെ, നിന്നോട് ദൈവം പറഞ്ഞു വാഗ്ദത്തം പോലെ തന്നെ നീ ഒരു നദിയായി, നീ ഒരു നദിയായി മാറുകയാണ്. ഉടമല ഹർത്തല രഗതല ഹന്തല രബതല പൗഡല ഉടാമന സമ്പർക്കന ജഗൽക്കരാവി ഊട പ്രൗഢല വേദിക രംബല പൗഡല ബലബല ആ ആ ആ ഉടമ രഗല ചന്ദന പൗഡല ഊട രബലവ കൂടവ രംബല ചൂടാ പാര അർത്ഥമ രഗലെ ചന്ദന പൗഡല ചൂടാ പാര അർത്ഥമാന അർത്ഥല പൗഡല ചന്ദന രഗതല ചൂട പ്രൗഢ അർത്ഥമാനെ ചൂടാ ബാബ ചിലത് തിരികെ പിടിക്കുക, പ്രാർത്ഥന ചിലത് തിരികെ പിടിക്കുക. നോക്കിക്കേ, ഹസസോൻ താമാർ എന്ന എൻഗതി ശത്രുവിൻ്റെ കയ്യിലിരുന്നപ്പോൾ
അവർ യഹോവയെ അന്വേഷിച്ചു, യഹോവയെ ഭയപ്പെട്ടു, ഉപവസിക്കാൻ തുടങ്ങി, ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ദൈവം വാഗ്ദത്തമുള്ളവൻ്റെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചു. വാഗ്ദത്തമുള്ളവൻ്റെ കയ്യിൽ തിരികെ കിട്ടിയപ്പോൾ സ്വർഗത്തിലെ ദൈവം അതിൻ്റെ അകത്ത് നദിയെ പകർന്നു. ഇന്ന് രാത്രി നീ തിരികെ പിടിച്ചത് ഒരു അഭിഷേകത്തിന്റെ നദിയാക്കി എന്റെ ദൈവം പുറത്തു കൊണ്ടുവരികയോ. കരങ്ങൾ അടിച്ചു പ്രാപിച്ചോ. വൽപ്പവേദി കടകൾ കടകാരകതാരകതാരകത ഐദാരാദ രീദാവശ്യ വേദാവേദി അസ്തരകക്ഷകൻ അന്തരവന്തകൻ അംശരകത്തുര വന്ദന വലവൽ ദീവൽ കക്ഷ വേദൽ കടകാരകതാരകതാരകതാരകത ദീവല ഹസ്തകൻ അംശരകത്തുര വന്ദന വൽക്കട കക്ഷകരാധികൻ അംശരകത്തുര വൽക്കടകടകൾ ഇടാവാര സീതാവാര കൊടുക്കുക ൂഢവക്ഷ വാദവൽപ്പ വാദകക്ഷ വേദി വക്ഷ വാദകക്ഷ വേദി വൽപ്പ വാദിവാ ഹസ്തര് ദീവൽ കടകാ രഗദേ രഗദാ 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 ഓരാ വാന വസ്ത വാന വാദ വാന വശ വാന ദേരാ വാദ ഹർഷ രേദി ദം വശ വേദം വേദൽ കടകാ രഗദാ ദാ രഗദാ 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 ദം വശ വേദൽ കടകാ രഗദാ 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 ദമാന വേദ വാദ വേദി വാര ഹർഷ വേദി 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 ദമക്ഷ വാദി വക്ഷ വാദി വൽപ്പ വാദി ഗച്ഛ വേദി ഗച്ഛ ഊഢവാ ഹസ്തേ യേശ് 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 യേശ്. ദൈവജനമേ, നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസ്ഥ അടയ്ക്കാം. ഈ നല്ല രാത്രികാലം പരിശുദ്ധ ആത്മാവ് തൻ്റെ ദാസനെ കൂടെ നമ്മോട് ശക്തമായ 2 ദൂതാണ് ദൈവാത്മാവ് അറിയിച്ചത്. യഹോശാഫാത്തിന് വിരോധമായി എഴുന്നേറ്റവർ മോവാബ്യരും അമോന്യരുമാണ്. നമുക്കറിയാം, യഹോശാഫാത്തിൻ്റെ പിതൃമകൻ അല്ലെങ്കിൽ തൻ്റെ വല്യപ്പൻ അബ്രഹാം, മോവാബ്യൻ്റെയും അമോന്യൻ്റെയും വല്യപ്പൻ ലോത്ത്. ശ്രദ്ധിക്കണേ, ഒന്നിച്ച് മെസ്സപ്പൊത്തുമായിലെ ഊരിൽ നിന്ന് തേജോമയനായ ദൈവത്തിൻ്റെ പ്രത്യക്ഷത പ്രാപിച്ച് ഇറങ്ങിത്തിരിച്ച 2 പിതാക്കന്മാരുടെ അനന്തര തലമുറകളാ ഇന്ന് നേർക്കുനേരെ പടപൊരുത്തുന്നത്. മനസ്സിലായില്ല? ആ ഭാഗം വീട്ടിൽ പോയി ധ്യാനിക്കണം. പരിശുദ്ധ ആത്മാവ് തൻ്റെ ദാസനിങ്ങനെ ശുശ്രൂഷിച്ചപ്പോൾ പരിശുദ്ധ ആത്മാവ് പെട്ടെന്ന് തന്നെ അങ്ങോട്ടാണ് ഗൈഡ് ചെയ്തത്. യുദ്ധം ചെയ്തത് അന്യരല്ല, നേർക്കുനേരെ വെല്ലുവിളിച്ചത് അന്യരല്ല. അമോന്യരും മോവാബ്യനും ലോത്തിനുണ്ടായ സന്തതികൾ, യഹോശാഫാത്ത് അല്ലെങ്കിൽ ഇസ്രയേൽ അബ്രഹാമിനുണ്ടായ സന്തതികൾ നേർക്കുനേരെ പടപൊരുതുകയാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ ജഡത്തിൻ്റെ സന്തതികൾ വാഗ്ദത്തത്തിൻ്റെ സന്തതികൾക്ക് നേരെ പടപ്പുറപ്പാട് നടത്തിയപ്പോൾ വാഗ്ദത്തത്തിൻ്റെ സന്തതി പ്രതികരിച്ചത് ആത്മാവില. മനസ്സിലാക്കി ഒന്ന് സ്തോത്രം പറ. ദൈവ പൈതലേ, അതിൻ്റെ വിശദീകരണത്തിലേക്കും വചന വെളിപ്പാടിലേക്ക് ഇന്ന് രാത്രികാലം ഞാൻ പോകുന്നില്ല. എങ്കിലും ആത്മാവിലൊരു ദൂത് പറയാം. ഒന്നിച്ചു നിന്ന, ഒന്നിച്ചിറങ്ങിയ, ഒന്നിച്ചു അല്ലെങ്കിൽ ഒരു കാലഘട്ടങ്ങളിൽ വിശ്വാസ ജീവിതം നയിച്ച ആ തലത്തിൽ നിന്ന് അനന്തര തലമുറകളിലേക്ക് വരുമ്പോൾ, അല്ലെ പടപ്പുറപ്പാടിൻ്റെ കാഹളം മുഴങ്ങുമ്പോൾ ആത്മാവിൽ കാഴ്ചപ്പാട് പ്രാപിച്ചവൻ ആത്മാവിൽ വിളിച്ചു പറയേണ്ടത് ഇവിടെ എനിക്ക് ദൈവമുഖം അന്വേഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് സ്തോത്രം പറയാൻ പറ്റുമോ? ഇന്ന് ദൈവാത്മാവ് വചനം ഒന്നും കൂടെ എടുത്ത് ചിലരോട് പ്രവചനാത്മാവ് ദൂതായി തന്നെ ഇടപെടുകയാ. ഈ വെല്ലുവിളിയുടെ മധ്യേ ജഡത്തിന്റെ വ്യാപാരങ്ങൾ, ജഡത്തിന്റെ സന്തതികൾ നിന്റെ ആത്മീയ തലങ്ങൾക്ക് നേരെ, യഹോശാഫാത്ത് നിന്റെ അധികാരത്തിന് നേരെ വാദഗതികൾ മുഴക്കുമ്പോ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂതായി തന്നെ ഇടപെടുകയാ. അതിന് നേരെ നീ ജഡത്തിന്റെ യുദ്ധമല്ല, ആത്മാവിൽ ഒരു പടപ്പുറപ്പാട് നടത്താൻ ഇപ്പോൾ ഞാൻ ദൈവസന്നിധി താണിരിക്കും. ഇപ്പോൾ ഞാൻ യഹോവയുടെ മുഖം അന്വേഷിക്കും. ഞാൻ ദൈവസന്നിധിയിൽ ഉപവസിക്കും. ഞാൻ ആത്മാവിൽ ഒരു വിടുതൽ. അതന രഗദന വല വദിര രഗദര വല വല ഹസ്തനാദഘടകൾ പവിതന ഘടകം അടക രഗദ രഗദ. ദൈവസഭയോട് ദൈവാത്മാവ് പ്രവചിക്കുക. അല്ല, ദൈവാത്മാവ് ശക്തമായി ദൂതടപെടുക. 2 തലത്തിലെ വെല്ലുവിളി. അല്ല, പുറത്തു നിന്നല്ല, ഒന്നിച്ചിറങ്ങിയവൻ, ഒന്നിച്ച് യാത്ര ചെയ്തവൻ, ഒന്നിച്ച് വാഗ്ദത്തം കേട്ടവൻ, ഒന്നിച്ചിറങ്ങി പുറപ്പെട്ടവൻ ഇന്ന് 2 തലത്തിൽ ആത്മാവിൽ പോരാടി നിൽക്കുമ്പോൾ
അതിന്റെ മധ്യ ഒരു ജയം. പോരാ പോരാ പോരാ. അതനാ രഗത 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 രഗത. ജഡത്തിന്റെ വ്യാപാരങ്ങൾ അഴിയട്ടെ ദൈവമൈതലേ. അസ്തന ഹശൽ കടക. ഒരു ഇസഹാക്കിന് നേരെ ഒരു ഇസ്മായേൽ വെല്ലുവിളിക്കുന്ന പോലെ, ഒരു യാക്കോബിന്റെ വാഗ്ദത്തത്തിന് നേരെ ഒരു ഏശാവ് വെല്ലുവിളിക്കുന്ന പോലെ, ദൈവം തെരഞ്ഞെടുത്ത, ദൈവം കണ്ട, ദൈവത്തിന്റെ കമ്മീഷനുള്ള നിന്റെ മേൽ വ്യാപരിക്കുന്ന, നിന്നോട് വെല്ലുവിളിക്കുന്ന ജഡത്തിന്റെ വ്യാപാരങ്ങൾ, പല വിളിയുള്ള തെരഞ്ഞെടുപ്പുള്ള ദാവീദിന് നേരെ ഒരു ശൗൽ അഭിഷേകം നട്ടപ്പെട്ടവൻ വെല്ലുവിളിക്കുന്ന പോലെ ആത്മാവിലകത്തളങ്ങളിൽ ആ വെല്ലുവിളി ഓടയട്ടോ. പോരാ പോരാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ തന്നെ ദൂത് പറയുക. ചില ജഡങ്ങൾ തകരട്ട്, ഇരുളിന്റെ ആഴങ്ങൾ തകരട്ട്. ജഡത്തിന്റെ വ്യാപാരങ്ങൾ തലവൊക്ക സന്തതി പ്രബലപ്പെടട്ടെ. ദൈവിക അഭിഷേകം പ്രബലപ്പെടട്ടെ. അതനാ രഗത 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 രഗത. ഐഡാ രാധ ഹക്ഷ രാധ രീത വക്ഷ വാദ വാദ വേദി വേദി ഹസ്ത വക്ഷ വാദി വൽപ വേദി ഗച്ഛ വേദി ഗച്ഛ വേദി ഗച്ഛ. ദൂത് മനസ്സിലായിരുന്നു. സ്തോത്രം പറ. സ്തോത്രം. നമ്മളൊന്ന് ആരാധിച്ചിട്ടാ ഞാൻ ഈ രാത്രി നിർത്തുന്നുള്ളൂ. സ്തോത്രം. പോകേണ്ടവർക്കെല്ലാം പോ. പക്ഷെ ദൈവാത്മാവ് ശക്തമായിട്ടൊരു ദൂത് ശക്തമായി ഇടപെടുന്നത് ജഡത്തിന്റെ വ്യാപാരം ഈ 19-ാം രാത്രി അഴിയണം. ദർശനം പ്രാപിച്ചിറങ്ങിയ, ആത്മനിയോഗം പ്രാപിച്ചിറങ്ങിയ ഹല്ലേലൂയ ദൈവസഭയുടെ അകത്തളങ്ങൾ ജഡത്തിന്റെ വ്യാപാരങ്ങൾ ഉയരരുത്. ജഡത്തിന്റെ ശബ്ദം ഉയരരുത്. ജഡത്തിന്റെ കാഴ്ചപ്പാടുകൾ ഉയരരുത്. മോവാബ്യനും അമോന്യനും തകരണം. ദൈവാത്മാവ് ദൂതായി ഇടപെടുകയോ. യെസ്. നിന്നെ പച്ച പിടിപ്പിക്കയില്ലെന്ന്, നിന്നെ എഴുന്നേൽപ്പിക്കയില്ലെന്ന്, നിന്നെ മുമ്പോട്ട് വിടുകയില്ലെന്ന് യഹോശാഫാത്ത് വാഗ്ദത്തത്തിനനുസരിച്ച് വാഴാൻ സമ്മതിക്കയില്ലെന്ന് വെല്ലുവിളിക്കുന്ന ഇരുളിന്റെ ആഴങ്ങൾ അഴിയണം. ഉടവ ഹസ്ത രഗത രഗത. ചില തന്ത്രങ്ങൾ ഇന്ന് രാത്രി ചില തന്ത്രങ്ങൾ പൊളിയണം. ഉടവൽ ഘടക രഗത രഗത. ഒരു പത്രോസിനെ സുല്ലിടിപ്പിക്കാൻ, ഇവിടം കൊണ്ട് മതിയെന്ന് വെപ്പിക്കാൻ പദ്ധതിയിടുന്ന ഹേരോദാവിന്റെ വ്യാപാരങ്ങൾ, അവന്റെ ഗൂഢാലോചനകൾ ഇന്ന് രാത്രി അഴിയാൻ ദൈവാത്മാവ് ദൂതരപ്പെടുകയോ. ഉടവനാദക രാധക രീതക രേതക ദീവൽ കച്ച രേതി രേതി ഉടവന. യെസ്. ഒന്നാമത്തെ ദൂതതാ. ഒന്നാമത്തെ ദൂത്. പടപ്പുറപ്പാട് നടത്തുന്നവർ അന്യരല്ല. പടപ്പുറപ്പാട് നടത്തുന്നത് ഒന്നിച്ചിറങ്ങിയവരാ. തേജോമാനായ ദൈവത്തെ കണ്ടിറങ്ങിയ അബ്രഹാമിന്റെ കൂടെ ഇറങ്ങിയവന്റെ സന്തതിയാ പടപ്പുറപ്പാട് നടത്തുന്നത്. ആ പോര് ആത്മതലത്തിൽ അഴിയണം. മനസ്സിലാക്കി ഒരു നല്ല സ്തോത്രം പറ ദൈവത്തിലെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സന്തോഷമുള്ള ഒരു കർത്താവിനെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ആ കോട്ട തകരുമെന്ന് വിശ്വസിക്കുന്ന ഒരു കർത്താവിനെ ആരാധിച്ചാട്ടെ. ദൈവസഭയ്ക്കകത്ത് അഭിഷേകത്തിന്റെ തലങ്ങൾ വെളിപ്പെടണം. വാഗ്ദത്തങ്ങളുടെ തലങ്ങൾ വെളിപ്പെടണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിത്ത് പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ് മണ്ണിട്ട് മൂടാൻ ശ്രമിക്കുന്ന യെസ് 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 യെസ്. ഊടാ വാന വാദ വാദ വേദി വേദി ഐഡ വാന സീത വാന വീര വാദി വേദി വേദി ഊട വച്ച വാദി കട്ട കെട്ടി ഗേദി കച്ച വേദി. ഓ യെസ് 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 യെസ്. രണ്ടാമത് നമ്മൾ കേട്ട ദൂത് ഏൻ ഗതിയെ കുറിച്ച്. ഇറങ്ങിത്തിരിച്ച അബ്രഹാമും ലോത്തും ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ തമ്മിൽ തിക്കിയപ്പോ ലോത്ത് യോർദാന്റെ ഇരുകരകളും നീരോട്ടമെന്ന് കണ്ട് ആ ഭാഗം തെരഞ്ഞെടുക്കാനിടയായി. പിന്നത്തേതിൽ ആ ദേശമാണ് ചാവുകടലായി തീർന്നത്. ദൈവ പൈതലേ, ഒരു കാലഘട്ടങ്ങളിൽ ലോത്തിന്റെ കണ്ണിന് സമൃദ്ധി ഉണ്ടെന്ന് തോന്നിയ ദേശം പിന്നത്തേതിൽ മരുഭൂമിയുടെ അകത്തളങ്ങളിലേക്ക് പോയെങ്കിൽ
ചരിത്രത്തിന്റെ ഏടുകൾ ദൈവത്തിന്റെ ആത്മാവ് എഗസ്കേൽ 47 കിടക്കുന്നത് ഏൻഗതി മുതൽ ഏനെഗ്ലയും വരെ മീൻപിടുത്തക്കാർ നിന്ന് മീൻ പിടിക്കാനിടയാകും. മനസ്സിലായിക്കൊന്ന് സ്തോത്രം പറ. ചില കുടുംബങ്ങളെ നോക്കിയ ദൈവാത്മാവ് ആ ദൂത് പറഞ്ഞത്. വിശ്വസിക്കുന്ന ഒരു സ്തോത്രം പറ. ഇന്ന് രാത്രി എത്ര പേർക്ക് ആ ദൂത് ഏറ്റെടുക്കാൻ പറ്റും? ആ ദൂത് വേറൊരാളിനോടല്ല പറഞ്ഞത്. ഇന്നലകളിൽ ശാപഗ്രസ്തമായ, ഇന്നലകളിൽ പാപഗ്രസ്തമായ, ഇന്നലകളിൽ മരണത്തിന്റെ ഭീതി മുഴങ്ങിയ ഏൻഗതി എന്ന മരുഭൂമിയിൽ മീൻപിടുത്തക്കാർ നിന്ന് പറയുക, ഇന്നലകളിൽ പാപഗ്രസ്തമായത്, ഇന്നലകളിൽ ശാപഗ്രസ്തമായത് ഒരിക്കലും ഒരു പച്ചപ്പ് വരത്തില്ലെന്ന് പറഞ്ഞ്, ഒരു പുതുനാമ്പ് വരത്തില്ലെന്ന് പറഞ്ഞ്, മരുഭൂമി സമാനമായി കിടക്കുന്ന ഒരു ജീവിതത്തിനകത്ത് ഒരു പച്ചപ്പ് വെളിപ്പെടണമെങ്കിൽ, ഒരു കൊയ്ത്ത് നടക്കണമെങ്കിൽ, ഒരു സമൃദ്ധി വെളിപ്പെടണമെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെട്ടത് പരിശുദ്ധാത്മാവ് നദിയുടെ ഒഴുക്ക്. വേദിക്കട്ടെ വേദിക്കട്ടെ അച്ചമ്പാദം വീരാവട്ടം വേദാവാരം വേദികക്ഷം വീരാവാരം വേദാവാരം. ഓ ശകൽ കടാനകടകൾ കടക. വിശ്വസിച്ചൊന്ന് സ്തോത്രം പറ. അല്പസമയം നമ്മൾ ഈ ദൂത് രണ്ടുപേറ്റെടുത്ത് ആത്മാവിൽ ആരാധിക്കുക. ഈ 19-ാം രാത്രി ദൈവാത്മാവ് ഇടപെട്ടത് ജഡത്തിന്റെ വ്യാപാരങ്ങൾ അഴിയണം. ചില ക്ഷാമങ്ങൾ, ചില ശാപങ്ങൾ, ചില മരുഭൂമിയുടെ അനുഭവങ്ങൾ അഴിയണം. പരിശുദ്ധാത്മാവിന്റെ ഒരു കൊയ്ത്ത്. എന്തോ ദൈവാത്മാവിന്റെ ഒരു നിറവ്, പരിശുദ്ധാത്മാവിന്റെ ഒരു റിയൽ പ്രസൻസ് ഈ ആലയത്തിനകത്ത് ഞാൻ അനുഭവിച്ചറിയുക. ദൈവാത്മാവിന്റെ ഒരു കട്ടിയേറിയ സാന്നിധ്യം. നിന്നെ ഒന്ന് തൊടേണ്ടതിന്, അതേ അഭിഷക്തന്, ദൈവ പൈതല്, നിന്നെ ഒന്ന് തൊടേണ്ടതിന് ഒരു കട്ടിയേറിയ ദൈവ സാന്നിധ്യം. അല്പസമയം കരങ്ങളെ അടിച്ചൊന്ന് സ്തോത്രം പറ. ചില ജീവനങ്ങളുടെ ശാരീരിക മണ്ഡലങ്ങളെ തൊടുന്ന, അവരുടെ ബുദ്ധി മണ്ഡലങ്ങളെ തൊടുന്ന ശുശ്രൂഷയുടെ ബാന്ധാവുകൾക്ക് ഒരു പുതിയ ഓപ്പണിംഗ് തുടക്കുന്ന ദൈവകരത്തിന്റെ വലവത്തോ. ഇന്ന് രാത്രി കണ്ണുകളെ നമുക്ക് ദൈവസ്ഥടയ്ക്ക്. എന്തോ ദൈവാത്മാവിനോട് ഇങ്ങനെ ഒരു ദൂതും കൂടെ ആവർത്തിക്കുന്നു. കർത്തൃദാസൻ തിരക്കുകൊണ്ട് പെട്ടെന്ന് പോയെങ്കിലും കേട്ട ദൂത് മറക്കരുത്. ഇന്ന് രാത്രി പോയി മുഴങ്കാലിരിക്കണം. സ്തോത്രം സ്തോത്രം. സമയത്തെ ഭയക്കുന്നത് കൊണ്ട് ഞാനിവിടെ നിർത്തുക. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളത്തോട് ഇങ്ങനെ ഒരു ദൂത് പറയുന്നു. ഇന്ന് രാത്രി ദൈവജന ദൈവസന്നിധി ഇരിക്കണം, കർത്തൃസന്നിധി പ്രാർത്ഥിക്കണം. നമ്മുടെ ആത്മമണ്ഡലങ്ങളിൽ ജഡത്തിൻ്റെ വ്യാപാരം ഉയരരുത്. നമ്മുടെ ആത്മമണ്ഡലങ്ങൾ ഇന്ന് രാത്രി അതിനുവേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പുള്ളവരൊക്കെ ഒന്ന് സ്തോത്രം പറ. യെസ്, ദൈവാത്മാവ് അങ്ങനെ ഇടപെടുക. ഒരു കാര്യം ഉറപ്പാ, ഇന്നലകളിൽ നീ എത്ര ദൂത് കേട്ടോ അത് കർത്താവിന് വിഷയമല്ല. ഇന്നത്തെ ഈ ദൂത് നിന്റെ കുടുംബത്തെ വഹിച്ച്, ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെട്ട ആലോചന നിന്റെ തലമുറയെ വഹിച്ച്, നിന്റെ ഭാവിയെ വഹിച്ച്, നിന്റെ ശുശ്രൂഷയെ വഹിച്ച് നീ പ്രാർത്ഥിക്കുക. ജഡത്തിന്റെ വ്യാപാരങ്ങൾ അഴിയണം. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവനെ ദൂത് വെളിപ്പെടുത്തുന്ന, പ്രാർത്ഥിക്കുന്നവനെ ജയം വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ കരം. ഓ ശകന രഗത്പുരാവരാവര. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നടയ്ക്കാം. പരിശുദ്ധ ആത്മാവ് നമ്മെ കേൾപ്പിച്ച എല്ലാ വചനങ്ങൾക്കായി സ്തോത്രം ചെയ്യുക. കർത്താവ് അയച്ച എല്ലാ വിടുതലുകളെ ഓർത്ത് അല്പസമയം കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. നാം എല്ലാവരും ആത്മാവി സ്തോത്രത്തോടെ ദിവസമായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മനോജ് കെ ബാബു മുമ്പോട്ട് കിടന്നത് പ്രാർത്ഥിക്കുകയും കർത്താവിൻ്റെ ഒരു ദാസൻ KM ജോസാറ് ആശീർവാദം പറയുന്നു ചെയ്യും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല കർത്താവേ, അനുഗ്രഹമായ നല്ല രാത്രി വേലക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 19ാമത്തെ രാത്രികാലം അങ്ങയുടെ സന്നിധിയിലേക്ക് എളിയവരാ നടിയങ്ങളെ ദൈവം കൂട്ടിവരുത്തി അങ്ങയുടെ വലിയ ദയക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദ്യമായി ഇടപെട്ടതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർന്നു വരുന്ന ശക്തികളെ, ജഡത്തിൻ്റെ ശക്തികളെ തകർക്കുവാൻ ആമേൻ ഈ ദിവസങ്ങളിൽ കർത്താവേ ആത്മാവിൻ്റെ വലിയ നദി, ആത്മാവിൻ്റെ നദി ഞങ്ങളുടെ മേൽ ഒഴുകുവാൻ അങ്ങ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം
സ്തോത്രം. ജഡത്തിന്റെ ശക്തികളോട് എതിർത്ത് നിൽക്കുവാൻ ആമേൻ ഈ ദിവസം ഞങ്ങളുടെ സന്നിധിയിൽ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നിലവിളിയോട് ഹല്ലേലൂയ പ്രാർത്ഥനയോട് ആമേൻ ഉപവാസത്തോട് അടുത്തു വരുവാൻ ഈ ദിവസങ്ങൾ അടിയങ്ങളെ അങ്ങ് ഒരുക്കുന്നതായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഒരു പുതിയ അനുഭവങ്ങളെ ദൈവം ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഒരു പുതിയ ഹല്ലേലൂയ ആത്മീയ നിറവുകളെ ദൈവം ഈ ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇന്ന് രാത്രികാലം ആമേൻ വലിയ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് പകർന്നതിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ ഇന്ന് രാത്രികാലം ഞങ്ങൾ ഇടപെട്ടതിനായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം വചനസൂക്ഷ ഞങ്ങളുടെ ദാസരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ അതിനെ മടക്കിയാത്ര ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ. ഹല്ലേലൂയ തുടർന്നുള്ള ദിവസങ്ങളിലും ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകർന്ന് അടിയങ്ങളെ ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ, സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണം. പ്രാർത്ഥനകൃതനായ സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവൻ അർപ്പിച്ച സുരക്ഷിതാവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും സംബന്ധവും നാം ഓർത്ത് വായിച്ച എല്ലാ വിഷയങ്ങളോടും പുലോകങ്ങളിലെ വിശുദ്ധന്മാരോടും ഈ ശ്രുതിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും പോഴി വന്ദിക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വേഗം വരണമേ. ആമേൻ.